ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ ന്യൂസ് പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയായ പോരാട്ടം 2025 ഇന്ന് എത്തിയിരിക്കുന്നത് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പൊതുജനങ്ങളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ഈ ചർച്ചയിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളും വികസന മുന്നെടുപ്പുകളും ഉണ്ടെങ്കിൽ അതും എല്ലാം ചർച്ചയാവുകയാണ്. പോരാട്ടം 2025 തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എം ലതീഷ്. സ്നേഹത്തോടെ സ്വാഗതം. പ്രതിപക്ഷ നേതൃത്വം ജോൺസൺ കുര്യൻ, സ്വാഗതം. LDF പ്രതിനിധി TM സുബൈർ, സ്വാഗതം. UDF പ്രതിനിധി TK നവാസ്, സ്വാഗതം. BJP പ്രതിനിധി ഫ്രാൻസിസ് കുന്നപ്പള്ളിയിൽ, സ്വാഗതം. ഒരിക്കൽ കൂടി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടെ എത്തിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 പ്രസിഡന്റിലേക്ക് ആദ്യമായി എത്തുകയാണ്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രകടന പത്രികയിലുണ്ടായിരുന്ന എത്രത്തോളം കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാനായിട്ട് സാധിച്ചു? താങ്കളുടെ ഭരണത്തിൽ താങ്കൾ എത്രമാത്രം തൃപ്തനാണ്? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ 100% ഞാനും ഉടുമ്പന്നൂരിലെ 24,000-ഓളം വരുന്ന ജനങ്ങളും സംതൃപ്തരാണ്. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ 90% കാര്യങ്ങളും 139 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ ഉന്നയിച്ചത്. അതിൽ 130 കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ ഭരണത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന 10 വർഷക്കാലത്തെ UDFൻ്റെ ഭരണം ഈ നാടിൻ്റെ എല്ലാ മേഖലകളെയും തകർത്തെറിഞ്ഞ് എല്ലാ നന്മകളെയും തല്ലിക്കെടുത്തിയ ഒരു ഭരണമായിരുന്നു. അവിടെ നിന്നാണ് പതിയെ ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കി നാം ഈ നാടിനെ തിരിച്ചുപിടിച്ചത്. പതിവ് വികസന ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പരമ്പരാഗതമായി ചെയ്തു വന്നുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും തുടരുന്നതോടൊപ്പം കാർഷിക മേഖല നടപ്പിലാക്കുന്ന നെൽകൃഷിയുടെ സബ്സിഡിയും പച്ചക്കറി അതുപോലെ വാഴകൃഷിക്കൊക്കെ കൊടുക്കുന്ന സബ്സിഡിയും ഇപ്പോൾ മൃഗാശുപത്രികൾ വിതരണം ചെയ്യുന്ന കോഴിയും ആടും പറവപ്പശുവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ പശ്ചാത്തല മേഖല റോഡ് വികസനങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം അങ്ങനെ പരമ്പരാഗതമായ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതോടൊപ്പം വ്യത്യസ്തമാർന്ന ഒരു പുതിയ വികസന കാഴ്ചപ്പാട് ഉടുമ്പന്നൂർ ജനതയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കാനായി എന്നതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ആബാലവൃദ്ധം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന അംഗൻവാടി തലം മുതൽ വയോജനങ്ങൾ വരെയുള്ളവരെ ചേർത്ത് നിർത്തി അവരിലേക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കരുതൽ എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക എന്ന ഒരു പുതിയ വികസന പരിപ്രേക്ഷ്യമാണ് ഉടുമ്പന്നൂർ ജനതയ്ക്ക് മുമ്പാകെ നാം അവതരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ പ്രൈമറി വിദ്യാഭ്യാസ തലമുള്ള കുട്ടികളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ നമ്മൾ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ആരോഗ്യകരമായ ഒരു പുതിയ തലമുറ നമ്മുടെ നാടിനകത്ത് ഉണ്ടായി വരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രൈമറി മേഖലയിലും അംഗൻവാടി മേഖല നടപ്പിലാക്കിയ വിദ്യാമൃതം പോലെയുള്ള അക്കാദമിക് നിലവാരം ഉയർത്താൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് വെച്ച് പ്രോജക്റ്റ് വെച്ച് ഇടപെടുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളാക്കി മാറ്റിയ വയോജനങ്ങൾ 60 വയസ്സ് പൂർത്തിയായ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ 4,300-ഓളം വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്കായി പ്രത്യേകമായ വികസന രേഖ തയ്യാറാക്കി ഉല്ലാസക്കൂട് എന്ന പേരിലുള്ള ഒരു നല്ല കൂട്ടായ്മ അവരുടെ മാനസിക ഉല്ലാസദായക പദ്ധതി നടപ്പിലാക്കി അവർക്ക് വേണ്ടി മാത്രമായി ഒരു പ്രോഗ്രാം തയ്യാറാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ ഏക ഗ്രാമപഞ്ചായത്തും ആദ്യ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ഉടുമ്പന്നൂരാണ്. നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന വനിതകൾക്കായി അവൾക്കൊപ്പം എന്ന പേരിലുള്ള പ്രത്യേകമായ ഒരു പാക്കേജ് തയ്യാറാക്കി അവരുടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സഹായം ഒരുക്കാൻ കഴിയുന്ന പദ്ധതികൾ, അവർക്ക് വേണ്ടി മാത്രമായി പ്രത്യേകമായ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ, അങ്ങനെയെല്ലാം തയ്യാറാക്കി ആ മേഖലയെ ചേർത്ത് പിടിക്കാനും വേണ്ടി തയ്യാറായ ഭരണം. നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് പുതിയ ഉണർവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള തറക്കല്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് വികസന നേട്ടങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിൽ നാം ചേർത്ത് പിടിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം. 5 വർഷക്കാലം മുമ്പ് ഉണ്ടായിരുന്ന ഉടുമ്പന്നൂരായിരുന്നില്ല ഇന്നിപ്പോൾ ഈ യോഗം നടക്കുന്ന വേദി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം. 5 വർഷക്കാലം മുമ്പ് ഈ റോഡിന് ഇരുവശവും മാലിന്യ കൂമ്പാരങ്ങളും മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥിതിവിശേഷവുമാണെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉടുമ്പന്നൂർ ടൗൺ സുന്ദരിയായ ഉടുമ്പന്നൂരെ മാറിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ശുചിത്വമുള്ള ടൗണിലുള്ള
ജില്ലാ പുരസ്കാരം ഏറ്റുവാങ്ങിയ ടൗണായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പന്നൂർ ടൗൺ മാറിയിട്ടുണ്ട്. വിവിധ മേഖലകൾ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നമുക്ക് വിവിധ ഫണ്ടുകൾ ലഭ്യമാക്കുന്നത് 100% ചെലവഴിക്കുവാനും അങ്ങനെ ചെലവഴിച്ചതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ നാം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 വട്ടമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരവും 10 ലക്ഷം രൂപയുടെ അവാർഡ് നമ്മുടെ പഞ്ചായത്തിന് തേടിയെത്തിയത്. മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ ഏകദേശം 8ഓളം പുരസ്കാരങ്ങൾ, ഏറ്റവും മികച്ച ജൈവ കാർഷിക പഞ്ചായത്തെ നമ്മുടെ പഞ്ചായത്തിനെ മാറ്റിയെടുക്കാനും വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ഗ്രാമപഞ്ചായത്തിനും മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുമുള്ള PN പണിക്കർ സേവാ പുരസ്കാരം ഉൾപ്പെടെ ഏതാണ്ട് 13ഓളം അംഗീകാരങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മികവാർന്ന പ്രവർത്തനത്തിന് നമ്മളെ തേടിയെത്തി. ഈ നാടിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി KSRTCയുമായി സഹകരിച്ചുകൊണ്ട് ഗ്രാമവണ്ടി എന്ന പേരിൽ ഈ നാടിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ ഒരു വാഹനം ഓടിക്കുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ ഗ്രാമപഞ്ചായത്തും ഏക ഗ്രാമപഞ്ചായത്തും ഉടുമ്പന്നൂരാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന നേട്ടങ്ങളുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തികഞ്ഞ സംതൃപ്തനാണ്, തികഞ്ഞ അഭിമാനബോധത്തോടു കൂടിയാണ് നാം ഉടുമ്പന്നൂർ അഭിമുഖീകരിക്കുന്നത്. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര വീടുകൾ ഇവിടെ വെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 232 വീടുകളുടെ പണി പൂർത്തിയാക്കാനും 74 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് വീണ്ടും വരാം. പ്രതിപക്ഷത്തിലേക്ക് എത്തുകയാണ്. ആരോഗ്യ മേഖലയിൽ, മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വയോജനങ്ങളുടെ കാര്യങ്ങളിൽ, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഗതാഗത മേഖലയിലൊക്കെ നിരവധി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഒരു നിരാശാജനകമായ ഭരണമായിരുന്നു. ഓക്കെ. കാരണം നമുക്കിവിടെ സാധാരണക്കാരായ, പ്രത്യേകിച്ച് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്, കർഷകരും സാധാരണക്കാരായ ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. സാധാരണക്കാരുടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന്, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഓക്കെ. കാരണം നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം താറുമാറായി കഴിഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ 232 വീടുകളാണ് 5 വർഷം കൊണ്ട് ഭവന നിർമ്മാണത്തിന് നൽകിയെന്ന് പ്രസിഡന്റോട് സൂചിപ്പിച്ചു. ഏകദേശം ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് 216 വീടുകളാണ് മൊത്തം ജനറൽ വിഭാഗത്തിനും SC വിഭാഗത്തിനും ST പട്ടികവർഗ വിഭാഗത്തിനും എല്ലാം കൂടി ലഭിച്ചത് 216. അതിൽ 73 വീടുകൾ, 105 വീടുകളാണ് ജനറൽ വിഭാഗത്തിന് എഗ്രിമെൻ്റ് വയ്ക്കാൻ സാധിച്ചത്. 73 വീടുകൾ കംപ്ലീറ്റ് പൂർത്തീകരിച്ചു. ഇവിടെ 100 കണക്കിന് വീടുകൾ ഭവനരഹിതർ നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് കിടക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ഇവിടെ സാധാരണക്കാർ, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതി ആവിഷ്കരിച്ച ആശ്രയ പദ്ധതി, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ആശ്രയ 264 ആശ്രയ കുടുംബങ്ങൾ ഇന്ന് ഈ പഞ്ചായത്തിലുണ്ടായിരുന്നു. അവർക്ക് കഴിഞ്ഞ 5 വർഷമായി അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം, സൗജന്യ മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് 5 വർഷമായിട്ടും ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടില്ല. കാരണം ഒരാളുള്ള കുടുംബത്തിന് 500 രൂപയുടെ ഭക്ഷ്യക്കിറ്റും, ഒന്നിൽ കൂടുതൽ ആളുകളുള്ള ആശ്രയ കുടുംബത്തിന് 1000 രൂപയുടെ കിറ്റുമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടം നടപ്പാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പിന്നീട് അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയത്? ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ ആശ്രയ പദ്ധതി തകർന്നുകൂടെ അവരുടെ ജീവിത നിലവാരം തന്നെ തകർന്നുപോയി. ഓക്കെ. അതുപോലെ ഭവന നിർമ്മാണ രംഗത്തും, അതുപോലെ ഇവിടെ നമുക്കറിയാം, നമുക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ ഇവിടെ ഒരു ജനകീയ ഹോട്ടലുണ്ടായിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ജനകീയ ഹോട്ടൽ 4 വർഷമായി പൂട്ടിക്കിടക്കുകയും അവർക്ക് കൊടുക്കുവാനുള്ള തുക പോലും അവർക്ക് കൊടുക്കാത്ത സ്ഥിതിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഒരു ഊണിന് 20 രൂപ, 15 രൂപ, 20 രൂപ നിരക്കിലായിരുന്നു അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ജനകീയ ഹോട്ടലും പൂട്ടിക്കഴിഞ്ഞു. അതുപോലെ ഇവിടെ നമുക്ക് സാധാരണക്കാരുടെ ഭവന പദ്ധതി നിർത്തിക്കളഞ്ഞു. അതുപോലെ നമുക്ക് കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ച ബഡ് സ്കൂളിൻ്റെ നിർമ്മാണം, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഇലക്ഷന് ആഴ്ചകൾ മുമ്പ് ഒരു ഉദ്ഘാടന മാമാങ്കം അവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ആ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതല്ലാണ്ട്. അതുപോലെ നമുക്ക് നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഗ്രാമവണ്ടി ഇവിടെ ഈ പഞ്ചായത്തിൽ ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ദിവസത്തെ ചെലവും ഒരു ദിവസത്തെ വരുമാനം എന്നൊന്ന് കണക്കൂട്ടിയെടുക്കുന്നതിന് പഞ്ചായത്തിന് ഒരു ബാധ്യതയാണോ അത്? പഞ്ചായത്തിന് ബാധ്യത വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 2500 രൂപ വരവും 5500 രൂപ ചെലവും ഡെയിലി പോകുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ യാത്രാക്ലേശം പരിഹരിക്കാനായിട്ട് ആ വണ്ടി കൊണ്ട് സാധിച്ചു എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. യാത്രാക്ലേശം നമുക്കറിയാം, ഇവിടെ ഒരു ആശുപത്രി ഉള്ളത് തട്ടക്കുഴയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വണ്ടിയിട്ട് ഉടുമ്പന്നൂർത്ത് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ പോലും ഈ തുക നമുക്ക് ചിലവാകുന്നില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് സൗകര്യം ഏർപ്പെടുത്തണം. പഞ്ചായത്ത് ഏതാണ്ട് 7 ലക്ഷം രൂപയാണ് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്.
മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്രയും തുക വേണ്ട, ഇവിടുന്ന് നമുക്കൊരു ടാക്സി വണ്ടി ഇവിടുന്ന് ആളുകൾക്ക് ചെയ്യാൻ അവിടെ ഉടുമ്പിന് രാവിലെയാണ് പോകുന്ന വണ്ടി പോയാൽ പോലും അത്രയും തുക ചിലവാകുന്നില്ല. പഞ്ചായത്തിന് നമുക്ക് ലഭിക്കുന്ന തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകുന്നത്. പദ്ധതികൾ നടപ്പിലാക്കാത്തത് കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഫണ്ടുകൾ ലാപ്സായി. ഇവിടെ പഞ്ചായത്തിന് ഒട്ടേറെ ഫണ്ടുകൾ ലാപ്സായിട്ടുണ്ട്. നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പല മറ്റേ മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടുണ്ട്, അതുപോലെ മറ്റേ മെയിൻ്റനൻസ് ഗ്രാന്റ് SC/ST വിഭാഗങ്ങൾക്ക് ഫണ്ടുണ്ട്. നമുക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് റോഡ് ഗതാഗത സൗകര്യമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടുകൾ ഇവിടെ നഷ്ടപ്പെടുത്തി പോയിരിക്കുകയാണ്. ഓക്കെ ഞാൻ വീണ്ടും താങ്കളിലേക്ക് വരാം. BJP നേതൃത്വത്തിലേക്കാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും മികച്ച ഭരണം വിവിധ മേഖലകളിൽ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്, വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനായി സാധിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറയുന്നു. എന്നാൽ ഗ്രാമവണ്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു ബാധ്യതയായി മാറിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 5 വർഷം എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദീർഘകാലമായിട്ട് 2005 പഞ്ചായത്ത് രാജ് വന്നത് മുതൽ ഈ രണ്ട് പ്രതിപക്ഷവും കോൺഗ്രസ് നേതൃത്വത്തിലും CPM നേതൃത്വത്തിലും ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മച്ചാന്മാരായിട്ടുള്ള ഒരു ഭരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു പ്രതിപക്ഷം, എനിക്ക് 2005 പഞ്ചായത്ത് രാജ് അനുസരിച്ച് പ്രതിപക്ഷം എന്നുള്ളൊരു സംഗതി ഇല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം. പക്ഷേ ഇവർ വിജിലൻ്റ് ആയിരുന്നില്ല ഒട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവർ തമ്മിൽ ആകെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് ഇവർ കളിക്കളം കൊണ്ടുവന്നില്ല എന്നുള്ള ഒറ്റ കാര്യത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതിൽ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നാണ് BJP കണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇവർ ഈ കളിസ്ഥലത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞു. കളിസ്ഥലം ഉണ്ടാക്കുന്നതിന് ഇവിടെ പോയി സ്ഥലം മേടിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ പോയി ആ സ്ഥലം കണ്ടു. സ്ഥലം ഒന്നിനും കൊള്ളില്ല എന്നാണ് ഈ പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദം. പക്ഷേ ആ സ്ഥലം വളരെ കാശ് മുടക്കി, നല്ല രീതിയിൽ കാശ് മുടക്കിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ BMBC റോഡും സൗകര്യമൊക്കെ ഉണ്ടാക്കിയാലും നടക്കും. അതിന് പകരം ആ പദ്ധതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിന് യാതൊരു താല്പര്യവും അത് നടപ്പിലാക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തോ കൊണ്ടുവന്നു എന്നുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭരണകക്ഷി അത് കൊണ്ടുവന്നു. പക്ഷേ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇവരെല്ലാവരും കൂടെ ഞങ്ങളെന്തോ എതിർക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു ഈ കളിസ്ഥലം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വ്യക്തമായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ സഖ്യമുണ്ടോ എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? അതിന് നമുക്ക് പകൽ പോലെ വ്യക്തമല്ലേ. കാരണം ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലായതുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിച്ചിരുന്നു, നല്ല കാര്യമാണെന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലാണോ അത് നല്ലതാണോ എന്ന് നിരീക്ഷിക്കാൻ ഇവര് കാരണം അത് ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇവര് രണ്ടുപേരും കൂടെ. പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയുന്നത്, ഈ വണ്ടി ഓടുന്ന കാര്യം പറഞ്ഞു. വണ്ടി ഓടുന്നതിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല, നല്ല കാര്യം തന്നെ. പക്ഷെ അത് സക്സസ് അല്ലാത്ത ഒരു കാര്യമാണെന്ന് നമുക്ക് കാലം തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതിന്റെ പത്രത്തിലൂടെ ഇതിന്റെ വാർത്ത വരുന്നുണ്ട്, ഇതിനകത്ത് കളക്ഷൻ ഇല്ല. നമ്മൾ വണ്ടിയൊക്കെ നോക്കിയാൽ കാണാം, രണ്ടുപേരും വെച്ചുകൊണ്ടൊരു യാത്ര നടത്തിയാൽ എങ്ങനെ ഇത് രണ്ടുപേർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. നല്ല, അതുകൊണ്ട് നല്ല ഉദ്ദേശശുദ്ധി നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ സക്സസ് ആകാത്ത ഒരു കാര്യമാണ് എന്ന് മാത്രമേ അതേ പറഞ്ഞു. പിന്നീട് ഈ ഭരണസമിതിക്ക് നടത്താമായിരുന്നിട്ടും നടപ്പിലാക്കാതെ പോയ എന്തൊക്കെ പദ്ധതികളുണ്ട്? ഞങ്ങളുടെ കേരളത്തിൽ ലോകത്തില് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെപ്പുകുളം, ഉപ്പുകുന്ന്, മലയിഞ്ചി ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. ഇത് ഇത്രയും 2005 മുതൽ, അതിന് മുമ്പിലത്തെ കാര്യം പോട്ടെ, ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരമെല്ലാം കിട്ടിയത് 2005. ഈ 2005 മുതൽ ഇവർ മാറി മാറി ഭരിച്ചിട്ട് ഒരു കാര്യം ഇവർ ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട അന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഒരു പഞ്ചായത്തിന് ഞാൻ ഒരു ടൂറിസം പദ്ധതി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രസിഡന്റിനോട് ഞാൻ ചോദിച്ചു, നമുക്കൊരെണ്ണം കൊണ്ടുവന്നുകൂടെ, ഈ പഞ്ചായത്തിലേക്ക് ഒരെണ്ണം അനുവദിച്ചുകൂടെ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല കേരളത്തെ പ്രസ്താവന അല്ലാതെ എവിടെയെങ്കിലും നടത്തിയോന്ന്. ഇവിടെ ഒരു പദ്ധതിയും കൊണ്ടുവന്നില്ല, നമ്മൾ അതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. അതാണ് ഞാൻ ഇവിടെ അടുത്ത പഞ്ചായത്തിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും താങ്കളിലേക്ക് വരാം. LDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയെന്നാണ് ഭരണസമിതി അവകാശപ്പെടുന്നത്. എന്നാൽ വിവിധ പോരായ്മകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കളിസ്ഥലത്തിന്റെ കാര്യത്തിൽ അവിടെ LDFും കോൺഗ്രസും തമ്മിൽ കൂട്ടായി നിന്നുകൊണ്ടാണ് ആ പദ്ധതിയെ വേണ്ടെന്ന് വെച്ചതെന്ന് പറയുന്നു. ആ ആരോപണത്തോട് താങ്കളുടെ ഒരു മറുപടി എന്താണ്? കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലാത്ത കാര്യമാണ്. കളിസ്ഥലം
ഓരോ LDFിൻ്റെ തീരുമാനമാണ് ഓരോ പഞ്ചായത്തിനും ഓരോ കളിസ്ഥലം ഉണ്ടാക്കണം എന്നുള്ളത് LDF ഗവൺമെൻറ് തീരുമാനിച്ചുള്ളത്. അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു. അതിനുവേണ്ടി നല്ല നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട്. ആ പഞ്ചായത്ത് ഭരണസമിതി ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഈ സ്ഥലത്തിൽ ഉള്ള ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലും ഒരുമിച്ചിരുന്ന് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ലാതെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, അത് പ്രസിഡൻറ്റിൻ്റെ വാർഡിലായതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഇത്രയും വില കുറച്ച് സൗകര്യപ്രദമായ ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇടമുറക്ക് 14-ാം വാർഡിൽ, അത് വാർഡ് പ്രസിഡന്റ് വാർഡായി പോയതുകൊണ്ട് ഒരു തെറ്റുമില്ല, ഈ പട്ടണത്തോട് അടുത്ത പ്രദേശമാണ്, അവിടെ ഒരു കളിസ്ഥലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എല്ലാ നിയമപരമായ കാര്യങ്ങളും പൂർത്തീകരിച്ചു. അതിനെതിരെ കോടതിയിൽ പോയി ഇത് അവിടെ പരിസ്ഥിതി ലോല മേഖലയാണ് എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും പരിസ്ഥിതി ലോല മേഖലയാണ്, അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ലാത്ത രൂപത്തിലേക്ക് അഫിഡവിറ്റ് കൊടുത്തിട്ട് നിന്നിട്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം കൊടുത്തു. പ്രതിപക്ഷം കൊടുത്തു, അഫിഡവിറ്റ് കൊടുത്ത് തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. ഇവിടുത്തെ ഒരു വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടിയിരുന്ന വലിയൊരു പ്രോജക്റ്റായിരുന്നു ആ കളിക്കളം. അതിൽ പ്രതിപക്ഷം എന്ത് ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്? ഇവിടെ എന്നോട് ചോദിച്ചത് ഇവിടെ വലിയൊരു വികസനമാകുമായിരുന്ന ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷം നടത്തിയെന്നാണ്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രൗണ്ട് ഉണ്ടാകണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അടക്കം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒറ്റ തീരുമാനമുള്ളൂ, ഈ നാട്ടിൽ മനോഹരമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാകണം. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ പഞ്ചായത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അവരുടെ കഴിഞ്ഞ LDFിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രികയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തന്നെ പറഞ്ഞു 139 പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ നടത്തി, അതിൽ 90% ഞങ്ങളിവിടെ പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത്. അത് പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേട്ട് കൈയടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഉടുമ്പന്നൂർ പോലെയുള്ള ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമീണ മേഖലയിൽ ഏതൊരു പഞ്ചായത്തിൻ്റെയും അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് അതിന് സഞ്ചാരയോഗ്യമായ റോഡുണ്ടാവുക എന്നുള്ളതാണ്. ഉടുമ്പന്നൂരിൽ യാത്ര ചെയ്യുന്ന, ഉടുമ്പന്നൂരിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, ഉടുമ്പന്നൂരിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് വാർഡ് തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഉടുമ്പന്നൂരിൽ നിന്ന് എടമുറുക് വഴി കാരിക്കപ്പള്ളിക്ക് പോകുന്ന റോഡ്. ആ റോഡിൻ്റെ 90% തകർന്ന് തരിപ്പണമായി കിടന്നുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ പോലും ഓട്ടം വിളിച്ചാൽ പോകാത്ത ഒരു ഘട്ടത്തിലാണ് ഉടുമ്പന്നൂരിലെ എടമുറുക് കാരിക്കപ്പള്ളി വരെയുള്ള റോഡിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. മറ്റൊരു റോഡ് എന്ന് പറയുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി താമസിക്കുന്ന 2 വാർഡുകൾ, 14-ാം വാർഡും 13-ാം വാർഡും ഉൾക്കൊള്ളുന്ന ഉടുമ്പന്നൂരിൽ നിന്ന് കൊക്കരണി കപ്പലാങ്കാട്ടിലേക്ക് പോകുന്ന റോഡ് സമ്പൂർണ്ണമായി തകർന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾ വോട്ട് പോലും ചെയ്യാൻ ഞങ്ങൾ വരുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലാണ് പ്രചരണം നടത്താൻ പോയ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു വസ്തുത. കളിസ്ഥലത്തിലേക്ക് ഞാൻ വരാം. പ്രസിഡന്റ് പറഞ്ഞു പോയ കാര്യങ്ങളിൽ ഒരു കൃത്യതയും വ്യക്തതയും വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പോയിന്റിലേക്ക് വന്നത്. കളിസ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഭരണസമിതി ആ വിഷയത്തിൽ എടുത്ത തീരുമാനം അജണ്ട വെച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ കളിസ്ഥലം ഉണ്ടാകണമെന്ന കാര്യത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി കളിസ്ഥലം നിർമ്മിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഞങ്ങളുടെ പ്രതിപക്ഷ അംഗങ്ങൾ 3 പേരും അവിടെ ആ കളിസ്ഥലം ഉണ്ടാകണമെന്ന കാര്യത്തിൽ ആ അജണ്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്തപ്പെട്ടുള്ള സ്ഥലം, ആ സ്ഥലത്തെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തി അത് ഇന്ന സ്ഥലമാണെന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സംഘം തന്നെ ആ കളിസ്ഥലം സന്ദർശിച്ചു. ആ സന്ദർശിച്ചു വന്ന ഞങ്ങൾക്ക് പോലും അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കളിസ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. ആ ഡീറ്റെയിൽ ആയ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന്
പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ അങ്ങനെ അത് ആവശ്യമില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടുള്ള മറുപടി. അപ്പോൾ ആ മറുപടി കിട്ടിയത് ഞങ്ങൾക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഇത് തൃപ്തികരമല്ല, ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പഞ്ചായത്ത് എടുക്കേണ്ട ഒരു നടപടിക്രമങ്ങളും ഒരു മുൻകരുതലുകളും നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇതിൽ എന്താണ് നടപടി സ്വീകരിക്കേണ്ടത്, അതിന് ഞങ്ങൾക്ക് കൃത്യമായ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞത്, പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. ആവശ്യമായ പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് ആവശ്യമായ രേഖകൾ അതിനുണ്ടാക്കിക്കൊണ്ട് ആ സ്ഥലത്തിന് അനുയോജ്യമായ അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാവിധ മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് ഗ്രൗണ്ടിനുള്ള സ്ഥലം കണ്ടെത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോയ ഞങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ചെറുപ്പക്കാർ, ഗ്രൗണ്ട് ആവശ്യമുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ചെറു സംഘങ്ങൾ വിവിധ പ്രാവശ്യം ആ ഗ്രൗണ്ട് സന്ദർശിച്ചതിന് ശേഷം ഈ നാട്ടിൽ പറഞ്ഞത് ആ ഗ്രൗണ്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ആംബുലൻസ് അടക്കം അവിടെ നടന്നു പോലും കയറാൻ പറ്റാത്ത വലിയ കയറ്റത്താണ് ഗ്രൗണ്ട് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിയത്. അതുമാത്രമല്ല, ആ സ്ഥലം ഒന്ന് ഗ്രൗണ്ടിന് വേണ്ടി ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവിടെ സ്ഥലം മേടിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇവർ പണം വെച്ചിട്ടുള്ളൂ. പക്ഷേ അത് ഗ്രൗണ്ട് പശ്ചാത്തല മേഖല, അതിന് കല്ല് കെട്ടി DR കെട്ടി മണ്ണിട്ട് ആ ഗ്രൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ വരുന്ന എത്ര ലക്ഷം രൂപ, സ്ഥലത്തേക്കാൾ കൂടിയ വലിയ തുക അതിന് വേണ്ടി വരുമെന്നുള്ള കാര്യം ഇവിടെ പ്രസിഡന്റ് മറച്ചു വച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ ആളുകളോട് പറയുന്നില്ല. അപ്പോൾ അത് വലിയതായ തുക ഇവിടെ വേണ്ടി വരുമെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഞങ്ങളൊരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്ന് യുവാക്കളെയും നാട്ടിലെ ജനങ്ങളെയും പറ്റിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നടപടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റൊരു കാര്യം, അത്രയും എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചിരുന്നു എങ്കിൽ 3 പ്രതിപക്ഷ മെമ്പർമാർ മാത്രമാണ് അവിടെ ഉള്ളത്. 13 ആളുകൾ ഭരണപക്ഷത്തിന്റെയാണ്. എന്തുകൊണ്ട് ആ സ്ഥലം വാങ്ങിച്ച് ഈ നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന രംഗത്ത് ഈ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം പ്രസിഡന്റിലേക്കാണ്. യാതൊരു സാധ്യതകളുമില്ലാത്ത സ്ഥലത്ത് പോയി കളിക്കളം ആരംഭിക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നു. പിന്നീട് വേണ്ടി വരുന്നത് വലിയ ചെലവുകളാണ്, ചുറ്റുമതിൽ ഉൾപ്പെടെ, മതിൽക്കെട്ടുകൾ ഉൾപ്പെടെ, ടർഫ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ആ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പഠിക്കാതെയാണോ ആ സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചത്? പ്രതിപക്ഷത്തിൻ്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. അത് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 95 മുതലാണ് ജനകീയാസൂത്രണം ഉൾപ്പെടെയുള്ള ഭരണസമിതി രൂപപ്പെട്ടു വരുന്നത്. 1995 ശേഷം 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ, ഈ ദീർഘമായ 30 വർഷക്കാലത്തെ കാലയളവിൽ ഈ 5 വർഷം ഉൾപ്പെടെയുള്ള ആകെ 10 വർഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത്. 20 വർഷക്കാലവും ഭരിച്ച UDFിൻ്റെ പ്രതിനിധികളാണ് എനിക്ക് 2 ആളുകളും. ആ 20 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും കളിസ്ഥലം എന്ന് പോയിട്ട് അതിനെക്കുറിച്ചൊരു ആശയം പോലും പറയാതിരുന്ന ആളുകളാണ് ഇന്ന് ഈ വർത്തമാനം പറയാൻ ആലോചിക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ തട്ടിക്കൂട്ടിയ ഒരു കളിസ്ഥലം പ്രോജക്റ്റ് അല്ല ഇത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ പ്രകടനപത്രിക വാഗ്ദാനമാണ്. എൻ്റെ കയ്യിലുള്ളത് കളിസ്ഥലത്തിന് സ്ഥലം വാങ്ങുവാനായി നമ്മൾ 2 പത്രങ്ങളിൽ കൊടുത്ത ഓഫർ നോട്ടീസിൻ്റെ കോപ്പിയാണ്. 20/4/2024 പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരം 2 ഏക്കർ സ്ഥലം സെൻറ്റിന് 30,000 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത് UDFിൻ്റെ നേതാക്കന്മാർക്കറിയാം, എല്ലാ മെമ്പർമാർക്കും അറിയാം. ഉടുമ്പന്നൂരിൽ 2 വർത്തമാന പത്രങ്ങളിലും ഉടുമ്പന്നൂരിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ പരസ്യം ചെയ്തതാണ്. ഇപ്പോൾ സ്ഥലത്തെക്കുറിച്ച് ആക്ഷേപം പറയുന്ന ആളുകൾ ആരും പകരം ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ആകെ 3 സ്ഥലമാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത്. ആ 3 സ്ഥലങ്ങളിൽ 2 സ്ഥലം അത് ചർച്ച ചെയ്യുന്നത് 9/10/2024 കമ്മിറ്റി തീരുമാനത്തിൻ്റെ കോപ്പി ആർക്കും പരിശോധിക്കാം. 9/10/2024 ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുടെ ഭാഗമായി പരിശോധിച്ചപ്പോൾ ശ്രീ സിബി ആലപ്പാട്ട് ഉടുമ്പന്നൂർ ആൻഡ് ശ്രീ ബെന്നി കുളക്കാട്ട് അമയപ്ര, ശ്രീ ശ്രീജി ഉലഹൻ അറക്കക്കുള്ളിൽ ഉടുമ്പന്നൂർ, ശ്രീ KM മലിയാർ കൊടിപ്പറമ്പിൽ മുതലക്കോടം എന്നീ 3 താല്പര്യപത്രങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ അനുബന്ധ രേഖകൾ ഹാജരാക്കിയ ശ്രീ ബെന്നി കുളക്കാട്ട് അമയപ്ര എന്നയാളുടെ വസ്തു റവന്യൂ രേഖകൾ പ്രകാരം 2 ഏക്കർ തികയാത്തതിനാൽ നിരസിക്കുന്നതിനും ശ്രീ KM മലിയാരുടെ വസ്തു കോർട്ട് അറ്റാച്ചിനുള്ള നിരസിക്കുന്നതിനും ബാക്കി വന്നിട്ടുള്ള ശ്രീ സിജി ഉലഹൻ അറക്കക്കുള്ളിൽ ഉടുമ്പന്നൂർ എന്ന വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശ സംബന്ധിച്ച് നിയമോപദേശം ലഭിക്കുന്നതിന് അപേക്ഷ അനുബന്ധ അനുബന്ധ രേഖകളും ജില്ലാ സമർപ്പിക്കുന്നതിനായി കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിക്കുന്നു. ഡേറ്റ് 9/10/2024. ആർക്കും വിയോജനമില്ല. അന്ന് ഈ സ്ഥലം ഈ 3 മെമ്പർമാർക്കും അറിയാം. 2 അടുത്ത 3/2/2025 3/2/2025 വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അത് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ഡേറ്റ് അല്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി പരിശോധിച്ച് പൊതുമൈതാനം നിർമ്മിക്കുവാൻ അനുയോജ്യമാണെന്ന് വിലയിരുത്തുകയും ഈ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഐക്യകണ്ഠേന പഞ്ചായത്ത് തീരുമാനിച്ചു. ഈ സ്ഥലം കാണാത്തതുകൊണ്ടാണോ? പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 13 ഭരണപക്ഷം മാത്രമല്ല,
16 അംഗങ്ങളാണ് ഭരണപക്ഷത്ത്. ഓക്കെ, ഓക്കെ. ഈ 16 പേരും പരിശോധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഐക്യനില പറയാൻ വെക്കണം. ഇത് വിശദീകരിക്കണം. ഓക്കെ, ഓക്കെ, അത് വിശദീകരിക്കാൻ സമയം. ഓക്കെ. ചോദിച്ചല്ലോ, പറഞ്ഞോ, വിശദീകരിക്കട്ടെ. പറഞ്ഞോ. പിന്നെ ഓക്കെ. ഇങ്ങനെയാണ് ഈ സ്ഥലത്തിലേക്ക് നമ്മൾ മാറുന്നത്. ഓ, ശരി. ഈ സ്ഥലം ഏറ്റെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും പഞ്ചായത്ത് ഭരണസമിതിക്കില്ല. ഓക്കെ. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള സാധ്യത ഇത് മാത്രമായിരുന്നു. ഓക്കെ. പിന്നെ ചില ആളുകൾ ഈ പൊട്ടൻ ആനയെ കണ്ടുകൊണ്ടാണ് വർത്താനം പറയുന്നത്. ആ ഗ്രൗണ്ടിൽ അവിടെ പോയിട്ട് അവിടെ ഇത്ര ഭാഗം കല്ല് കെട്ടണമെന്ന് ആരാ കണ്ടത്? അവിടെ ഇതേ നിങ്ങൾ അവിടുത്തെ എഞ്ചിനീയർ തയ്യാറാക്കിയിട്ടുള്ള അബ്സ്ട്രാക്ട് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ആണിത്. ഓക്കെ. അബ്സ്ട്രാക്ട് DPR ആണ്. ഓക്കെ, ഇത് ഓക്കെ. കണ്ടില്ല എന്ന് പറയുന്ന ആളുകൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വായിച്ചു നോക്കാം. ഓക്കെ. ജനറൽ പ്രപ്പോസൽ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്ലേ ഗ്രൗണ്ട് ഇൻ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. ഇതാണ് എസ്റ്റിമേറ്റ് കോപ്പി. അങ്ങനെ തയ്യാറാക്കിയതിനു ശേഷമാണ് നമ്മൾ അവിടേക്ക് പോയത്. ഓക്കെ. അവിടെ കല്ല് കെട്ടി പൊക്കിയല്ല, ഓക്കെ. നിലവിലുള്ള സ്ഥലത്തിന്റെ സാധ്യത അനുസരിച്ച് നിർമ്മിക്കാനാണ് നിശ്ചയിക്കപ്പെട്ടത്. ഓക്കെ. പക്ഷേ അങ്ങനെ മുൻപോട്ട് പോയ ഘട്ടത്തിലാണ് ഇവരിവിടെ BJP പ്രതിനിധി സൂചിപ്പിച്ചല്ലോ ഭരണപക്ഷ പ്രതിപക്ഷ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് ആരാ? ഇവിടുത്തെ BJPയുടെ നേതാവും ഇവിടുത്തെ UDFകാരുമാണ്. 13/6/2025 BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹൈക്കോടതി കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ 16/5/2025 ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി ഈ പ്രോജക്റ്റ് സ്പിൽ ഓവറായിട്ട് അംഗീകരിക്കരുത് എന്നാണ് BJP നേതാവിൻ്റെ ആവശ്യം. കേസ് കൊടുക്കുന്നത് 13/6/2025. ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പഞ്ചായത്തിലും കളക്ടറേറ്റിലും കിട്ടുന്നത് 16/5/2025 രാവിലെ 11 മണിക്ക്. അന്ന് 11:30 ചേർന്ന ജില്ലാ ആസൂത്രണ സമിതിയിൽ ജില്ലാ കളക്ടർ സാന്നിധ്യത്തിൽ UDFിൻ്റെ നേതാവ് MJ ജേക്കബ് ആ യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് BJPക്കാരൻ കോടതിയിൽ കൊടുത്ത കേസിന്റെ സത്യവാങ്മൂലം അവിടെ വിശദീകരിക്കുന്നു. ആരാണ് ഒത്തുകളിച്ച് പറയണ്ടേ? BJPയും കോൺഗ്രസും കൂടി ഒത്തുകളിച്ച് കോടതിയിൽ കേസ് കൊടുത്ത് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി. ഓക്കെ, ഞാൻ വരാം, താങ്കളേക്ക് ഇനി വരാം, ആ വിഷയത്തിൽ ഇനി വരാം. സമയം കൊടുക്കാം. താങ്കൾ ഓക്കെ, അതിനൊരു മറുപടി ഒന്ന് പ്ലീസ് സമയം തരും. അദ്ദേഹം ഒരു വിഷയത്തിലേക്ക് മാത്രം പോകുന്നു. പ്ലീസ് സമയം തരാം പ്ലീസ് സമയം തരാം. ഇവിടെ പറയുന്നത് 2024-25 പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയും ഇതിന് ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് യാതൊരു എതിർപ്പുമില്ലായിരുന്നു. പിന്നീട് ഈ പദ്ധതിയെ എന്തുകൊണ്ടാണ് എതിർത്തത്? നിങ്ങളും BJPയും തമ്മിലുള്ള ഒരു അലയൻസ് ഉണ്ട് എന്നുള്ള ആരോപണം അവിടെയുണ്ട്. സമയം തരാം പ്ലീസ്. സമയം തരാം പ്ലീസ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും 50 ലക്ഷം രൂപ നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി നേരിട്ട് നമുക്ക് അനുവദിക്കുകയും ചെയ്യുന്ന വിശേഷം ഉണ്ടായി. ഈ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പായി. ആ ഘട്ടത്തിൽ ഇടതുപക്ഷമുള്ള ഭാഗത്ത് ഈ ഗ്രൗണ്ട് യാഥാർത്ഥ്യമായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പാലിക്കപ്പെടുകയും ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും അവരുടെ ചിരകാലാഭിലാഷമായ ഗ്രൗണ്ട് സാധ്യമാകുമെന്ന് ഉറപ്പായതിനെ തുടർന്നാണ് ഇവര് കോടതിയിൽ പോകാനും BJPയുമായി ഒത്തുകളിച്ചുകൊണ്ട് ആ BJPയുമായിട്ടുള്ള ഒത്തുകളി വെളിപ്പെട്ടപ്പോൾ UDFകാർ ഒരു മെമ്പറെ ബലിയാടാക്കി കേസ് കൊടുത്തു. ആ മെമ്പർ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ വായിക്കാം, അങ്ങനെയാണ് ഇവർ തടസ്സപ്പെടുത്തിയത്. ഇവിടെ വന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞിട്ട് സമയം കൊടുത്തിട്ടുണ്ടെന്നേ. അദ്ദേഹത്തെ കൊടുക്കാന്നേ. അങ്ങനെ പറ്റൂല. പ്ലീസ് പറയുന്നേക്ക് പ്ലീസ് എല്ലാരെയും സംസാരിപ്പിക്കുന്നേ. പ്ലീസ് നിങ്ങൾക്ക് പ്ലീസ്. ഓക്കെ നമുക്ക് അവസരം തരാം പ്ലീസ്. അതിന് മെമ്പർ മറുപടി പറയട്ടെ. മെമ്പർ ബലിയാടായില്ലെങ്കിൽ ഈ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 16 മെമ്പർമാരും ഈ തീരുമാനത്തിന് അനുകൂലമാണ്. നിങ്ങൾ ഞാൻ താങ്കൾക്ക് സമയം പ്ലീസ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലെ പ്രവർത്തകർ ശാന്തരാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ശാന്തരായി കസേരകളിൽ ഇരിക്കുക. പ്ലീസ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ശാന്തരായി കസേരയിൽ ഇരിക്കുക. നിങ്ങൾ ഇരിക്കോ?
പ്രിയപ്പെട്ടവർ, ഐക്യജനാധിപത്യ മുന്നണിക്ക് മറുപടി തടസ്സപ്പെടുമ്പോ അവർ പ്രകോപനമുണ്ടാക്കും. ഇടതുമുന്നണി പ്രവർത്തകർ ശാന്തരായിരിക്കുക. ഐക്യജനാധിപത്യ മുന്നണിക്ക് മറുപടി ഇല്ലാതിരിക്കുമ്പോ അവർ പ്രകോപിതരാകും. ഇടതുമുന്നണിക്കാർ ശാന്തമായിരിക്കുക. എല്ലാവരും ശാന്തരായിക്കേ. പ്ലീസ് പ്ലീസ്, ആരും ബഹളം വെക്കേണ്ടതില്ല. നമ്മള് ഇവിടെ ആരും ബഹളം വെക്കേണ്ടതില്ല. പ്ലീസ് 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 സമയം തരാം ചേട്ടാ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും സമയം തരും. എല്ലാവർക്കും തരും. ഞാൻ പറയാം. ചേട്ടന് സംസാരിക്കാൻ സമയം തരാം. ആരോടുമില്ല. പ്ലീസ് ഒന്ന് സഹകരിക്കുക. പ്ലീസ് 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 എല്ലാവരും ഒന്ന് സഹകരിക്കോ പ്ലീസ്. ഞാൻ താങ്കൾക്ക് സമയം തരാൻ ചോദിക്കാൻ. പ്ലീസ് ഒന്ന് ശാന്തരാവൂ പ്ലീസ്. ഇവിടെ പ്ലീസ് എല്ലാവരും സമയം കൊടുക്കാം. പ്ലീസ് 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 പ്രിയപ്പെട്ട ജനങ്ങളെ, പ്ലീസ് ഒന്ന് എല്ലാവർക്കും സമയം തരാം. മറുപടി തരാം. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഓക്കെ, അദ്ദേഹത്തിന് സമയം തരാം. പ്ലീസ് പ്രസിഡന്റ്, പ്ലീസ് അദ്ദേഹം ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. പ്ലീസ് മൈക്ക് കൊടുക്കാം. പ്ലീസ് എല്ലാവരും ഒന്ന്, ഞാൻ സമയം കൊടുക്കാം. പ്ലീസ് എല്ലാവർക്കും ചോദിക്കാനുള്ള സമയം തരാം. പ്ലീസ് ഒന്ന് സഹകരിക്കൂ പ്ലീസ്. ഓക്കെ പറയാം. അദ്ദേഹമാണ് ഇനി മറുപടി പറയുന്നത്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. പ്ലീസ് ഓക്കെ. പ്ലീസ് ഓക്കെ. ഇവിടെ മറുപടി. ഞാൻ പറയാം. മൈക്ക് പ്ലീസ്. ഹലോ ഓക്കെ പ്ലീസ് ഹലോ ഒന്ന് നമുക്ക് എല്ലാവരും ഒന്ന് സഹകരിക്കൂ. പ്ലീസ് എല്ലാവർക്കും അവസരം തരാം. പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. എല്ലാവരും ശാന്തരാകുക. ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ട സമയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ ഒരൊറ്റ വാഗ്ദാനം പോലും പാലിക്കാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ട് ഞങ്ങൾ ഉദ്ഘാടനം നടത്തി എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ മറുപടി ഞാൻ പറഞ്ഞല്ലോ, ഉടുമ്പന്നൂരിലെ തട്ടിപ്പാടറങ്ങല്ലേ. ആരും അസഹിഷ്ണുത വെക്കണ്ട. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കും. പൊതുസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ മറുപടി ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. കൃത്യമായ മറുപടി പറയാം. ബഹളം വെക്കണ്ട പറയാം. ഇപ്പൊ ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചു പഞ്ചായത്ത് ഭരണസമിതിയിൽ പഞ്ചായത്ത് അംഗങ്ങൾ കളിസ്ഥലം വന്നമെന്ന കാര്യത്തിൽ തർക്കമില്ലാതെ ഒപ്പിട്ടവരാണ് UDFന്റെ മെമ്പർമാർ. പക്ഷേ ആ സ്ഥലം പോയി കണ്ട ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറുക്കൻ കയറാത്ത മല എന്ന നാട്ടിലെ ആളുകൾ പറയുന്നത്. കുറുക്കൻ കയറാത്ത മല അതുപോലെയുള്ള ഒരു സാധാരണഗതിയിൽ കമ്മിറ്റി തീരുമാനത്തിന്റെ കോപ്പിയാണ്. 3/2/2025 കമ്മിറ്റി തീരുമാനത്തിന്റെ കോപ്പിയാണ്. പരിശോധിച്ചു ബോധ്യപ്പെട്ട കമ്മിറ്റി തീരുമാനത്തിന്റെ കോപ്പിയാണ്. എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങൾ എല്ലാം നുണയും കേൾക്കാനാണ്. ഞാൻ പറയാൻ അനുവദിക്കണം. പറയാൻ അനുവദിക്കാത്തത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ LDFകാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ബഹളം വെക്കുന്നത്. നമുക്കറിയാതെ ബഹളം വെക്കട്ടെ. ഇവിടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോയി നോക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം നമ്മളൊരു ഗ്രൗണ്ട് എന്ന സങ്കല്പം എങ്ങനെയാണ്. നമ്മളെല്ലാവരും പറയും ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലമെന്നാണ്. ഈ സ്ഥലം ഗ്രൗണ്ടാക്കി എടുക്കണമെങ്കിൽ
എത്ര ലക്ഷം എത്ര കോടി രൂപ മുടക്കാകുമെന്നുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഈ പഞ്ചായത്തിൽ ഇല്ല. അത് തന്നെ ഒന്നാമത്തെ അഴിമതിയാണ്. ഒരു വിഷയം നമുക്ക് വരാം, വീണ്ടും ആ വിഷയത്തിലേക്ക് വരാം. പ്ലീസ് പ്ലീസ് വീണ്ടും വരാം പ്ലീസ്. അദ്ദേഹം ഒന്ന് പറയട്ടെ, അദ്ദേഹം ഒന്ന് പറയട്ടെ പ്ലീസ് 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 ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ സമയമല്ല, അദ്ദേഹം ഒന്ന് പറയട്ടെ. സെക്രട്ടറി തന്ന വിവരാവകാശ രേഖ പ്രകാരം ഞങ്ങൾ ചോദിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി വിവരാവകാശ പ്രകാരം ഞങ്ങൾ ചോദിച്ചു, UDF-ന്റെ കൺവീനർ എഴുതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചോദിച്ചു, അതിന് മറുപടി തന്നിരിക്കുന്നത് ഞാൻ വായിക്കാം ഇവിടെ. ഞാൻ വായിക്കാം ഇവിടെ, പ്രസിഡന്റ് വായിച്ചല്ലോ. ഞങ്ങൾ പറഞ്ഞു 3/6/2025 ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് ലഭിച്ച സെക്രട്ടറിയുടെ മറുപടിയാണ്. 3/6/2025 പഞ്ചായത്ത് ഓഫീസിലേക്ക് ലഭിച്ച വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിനുള്ള മറുപടി. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ പഞ്ചായത്തിൽ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ? പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയ പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യമില്ല. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഇത് മറുപടിയാണ്. ഡീറ്റെയിൽ ആയ പ്രൊജക്ട് റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പറയട്ടെ ചേട്ടോ പ്ലീസ് ഒന്ന് സഹകരിച്ചേ പ്ലീസ്. പ്ലീസ് ദേഹത്ത് തുടരുത്, പ്ലീസ് ദേഹത്ത് തുടരുത് കേട്ടോ, പ്ലീസ് ചേട്ടാ ഒന്ന് സഹകരിച്ചേ. ദേഹത്തോടല്ലേ പ്ലീസ് ചേട്ടോ, പ്ലീസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പ്ലീസ് നമുക്ക് ഈ പരിപാടി നിർത്തേണ്ടതായിട്ട് വരും. പ്ലീസ് ഈ പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. പ്ലീസ് നമുക്ക് ഈ പ്രോഗ്രാം നിർത്തേണ്ടതായിട്ട് വരും. പ്ലീസ് ഓക്കെ, ഞങ്ങൾ നിർത്തിക്കോളാം. ഓക്കെ പ്ലീസ് പ്രിയപ്പെട്ടവരെ, ദൃശ്യാന്യൂസിന് ഈ പരിപാടി ഇവിടെ നടത്താൻ സാധിക്കത്തില്ല. പ്ലീസ് ഓക്കെ പ്ലീസ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? എല്ലാവർക്കും അവസരം തരാം, ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, പ്ലീസ് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ മറ്റു മൈക്ക് ഞങ്ങൾ ഓഫ് ആയിക്കോളാം. ഓക്കെ പ്ലീസ് എല്ലാവരും സഹകരിക്കുമല്ലോ. പ്ലീസ് ബാക്കി മൈക്ക് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറയാം. ഈ വേദിയിൽ നിന്ന് എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. മഴയുണ്ട് അറിയാം, എല്ലാവരും ഒന്ന് സഹകരിച്ചേ പ്ലീസ്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. ഓക്കെ, ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ. പ്രിയപ്പെട്ട പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. നമുക്കിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥകളെ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. നിങ്ങൾക്ക് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു വാക്ക് തരാം, ദൃശ്യാന്യൂസിന് വാക്ക് തരാം. അദ്ദേഹത്തിന് മൈക്ക് മാത്രമായിരിക്കും ഓണ്. ഇദ്ദേഹം പ്രസിഡന്റ് പ്ലീസ് ഞങ്ങളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ പ്ലീസ്. മറുപടി പറഞ്ഞോളൂ. ഞാൻ ഇവിടെ പറഞ്ഞു, ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇനി ഒരു പെട്ടിക്കട നടത്തുവാണെങ്കിലും
ആ പെട്ടിക്കട നടത്താൻ പോകുന്നയാൾ ആ പെട്ടിക്കടയ്ക്കുള്ള പലകയ്ക്ക് എത്ര രൂപയാകും, ആണിക്ക് എത്രയാകും, അവിടെ മിഠായി എത്ര മേടിക്കണം, അവിടെ മറ്റ് സാധന സാമഗ്രികൾ എന്നൊക്കെയാണ് മേടിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ വർക്ക് ഉണ്ടാകും. ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്ന രീതിയിൽ പഞ്ചായത്ത് അത് ചെയ്യുമ്പോൾ അതിനാദ്യമായി ഇത് വയ്ക്കുമ്പോൾ തന്നെ അതിന് സ്ഥലം വാങ്ങിക്കാൻ എത്ര രൂപ വേണം, അതിന് കല്ല് കെട്ടാൻ എത്ര രൂപ വേണം, അതിൻ്റെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് എത്ര രൂപയാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലായ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അത് പഞ്ചായത്ത് സെക്രട്ടറി, ഇവിടെ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായതിനു ശേഷം പഞ്ചായത്ത് സെക്രട്ടറിനെ കൊണ്ട് വിവരാവകാശം കൊടുത്തപ്പോൾ അത് എഴുതി വാങ്ങിച്ച് തന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം 3 സെക്രട്ടറിമാർ ഇവിടെ ഇരിക്കാതെ ഈ സമയത്തൂടെ മാറിപ്പോയി. 3 സെക്രട്ടറിമാർ മാറിപ്പോയതിനു ശേഷം നമുക്ക് മനസ്സിലാക്കണം ആ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്, ഈ പഞ്ചായത്ത് ഭരണസമിതി പറയുന്ന രീതിയിൽ ഗ്രൗണ്ടിന് ഒപ്പുവെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് 3 സെക്രട്ടറിമാരും ഇവിടെ മാറിപ്പോയത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഈ വിവരാവകാശം, ഈ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് വേണ്ട എന്ന് സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് മറുപടി കൊടുത്തു. ഇതിന് വീണ്ടും വിവരാവകാശം കൊടുത്തു. അതിൽ കൃത്യമായി മറുപടി തന്നിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. ഞാൻ വേണ്ടി വായിക്കാം, നിങ്ങൾ കേട്ടുകൊള്ളുക. പറയൂ. ഇവിടെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല എന്ന് ആയതിനാൽ പരാമർശം പ്രകാരം മറുപടി തൃപ്തികരമല്ല. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പരാമർശം തൃപ്തികരമല്ല. അപ്രകാരം ഇവർക്ക് കൃത്യമായി മറുപടി അപ്പീൽ അധികാരി നൽകേണ്ടതാണ്. ഓർഡറാണ്. ആ ഓർഡർ പ്രകാരം ഞങ്ങൾക്ക് നാളിതുവരെയായി അതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശ പ്രകാരം രേഖകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട നമ്മുടെ LDFിൻ്റെ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുബൈർ സാറ് ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് ആ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സ്ഥലമാണ് അതിന് ചുറ്റുഭാഗത്തുമുള്ളത്. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഏറ്റവും വില കുറഞ്ഞ സ്ഥലമാണ് അവിടെ ഉള്ളത്. അതിന് തൊട്ടടുത്ത ദിവസം ആ പഞ്ചായത്തിൽ ഈ ഗ്രൗണ്ട് വാങ്ങുന്നതിന് തൊട്ടപ്പുറത്ത് ഏതാണ്ട് മാസങ്ങൾക്കും അപ്പുറം അവിടെ ഒരു വീടും അവിടെ കറണ്ട് കണക്ഷനും കുടിവെള്ളവുമുള്ള 50 സെൻറ്റ് സ്ഥലം വിറ്റത് 12 ലക്ഷം രൂപയ്ക്കാണ്. വീടിൻ്റെയും ആ കറണ്ട് കണക്ഷനും പശ്ചാത്തല സൗകര്യം അതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആവറേജ് അവിടെ 50 സെൻറ്റ് സ്ഥലത്തിന് ആ വില എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ 1 ഏക്കർ സ്ഥലത്തിന് എത്ര വരും? 16 ലക്ഷം രൂപ. അപ്പം 2 ഏക്കർ സ്ഥലത്തിന് എത്ര വരും? 32 ലക്ഷം രൂപ. ബാക്കി പണം എന്ന് പറയുന്നത് ഇവർക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൗണ്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാതെ പോകാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ബാക്കി നമ്മൾ പൊതുജനങ്ങളിലേക്ക് മൈക്ക് തരികയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ആരാണ് മൈക്ക്? എവിടെയാണ് മൈക്ക്? പ്ലീസ്. ഓക്കെ, പ്ലീസ് എല്ലാവരും ഒന്ന് സഹകരിച്ച്. ആർക്കാണ് ചോദിക്കുക? ഓക്കെ, തരാം. ഓക്കെ, ആരോടാണ്? ഇപ്പോൾ പ്രസിഡന്റ് പറയുകയുണ്ടായി, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ പ്രവർത്തന മികവിന് ഈ പഞ്ചായത്തിൽ 13 അവാർഡ് കിട്ടിയത്രേ. അതൊന്ന് വിശദീകരിക്കാമോ? UDFിനോടും LDFിനോടുമാണ് ചോദ്യം. 5 വർഷം LDF ഭരിച്ചപ്പോൾ 13 അവാർഡ് വിവിധ മേഖലകളിൽ കിട്ടിയെങ്കിൽ അതിനു മുൻപുള്ള 10 വർഷം UDF ഭരിച്ചു. ആ UDF ഭരിച്ച കാലത്ത് കിട്ടിയ അവാർഡുകളുടെ ഒരു സ്ഥിതി കൂടി പറയണം. ഈ അവാർഡിൻ്റെ പൊതു മാനദണ്ഡം അനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തെ UDFിൻ്റെ അവാർഡ് എത്ര, LDFിൻ്റെ 5 വർഷത്തെ അവാർഡുകൾ എത്ര, ഏതൊക്കെ കാര്യത്തിൽ? ഓക്കെ, പ്രസിഡന്റ് പ്ലീസ്. 2000 ബഹുമാനായ ചോദ്യം ആരോടാ ചോദിച്ചേ? 10 വർഷം. ഓക്കെ, സോമരാജനും ബിന്ദുസയും പ്രസിഡന്റാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ കാലത്ത് മൈക്ക്. ഓക്കെ, പറഞ്ഞോ. അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ജവഹർ ഭവന പദ്ധതി എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഏതാണ്ട് 185ഓളം വീടുകൾ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ സാധിച്ചു. 2015 ഞങ്ങൾ 100 കണക്കിന് വീടുകളും അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പശ്ചാത്തല മേഖലകളിലും കാർഷിക മേഖലയിലുള്ള ഊന്നൽ നൽകിക്കൊണ്ട് വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഭരണസമിതിയുടെ പറഞ്ഞ് പ്രതിപക്ഷ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഞാൻ ഈ ഗ്രൗണ്ടുമായിട്ട് അതേക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങളെ പേര് എന്നെ ബലിയാടാക്കി എന്ന് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. വ്യക്തമായ ഐക്യ ജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഈ പദ്ധതി എതിർക്കുന്നതിനോട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത് കാര്യം, ഞങ്ങളിപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഞങ്ങൾ ഭരണകക്ഷി തീരുമാനം ഞങ്ങൾ ഒന്നടങ്കെടുത്ത തീരുമാനമായിരുന്നു. ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബഹുമാനായ സെക്രട്ടറി എഴുന്നേറ്റ് നിന്ന് ചോദിപ്പിച്ചു, ഈ സ്ഥലം നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
ഈ പഞ്ചായത്തിലെ അന്ന് ഏതാണ്ട് 15ഓളം മെമ്പർമാർ അന്ന് ആ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നടങ്കം ഞങ്ങൾ ആ ഗ്രൗണ്ട് പോയി കണ്ടു. ആ ഗ്രൗണ്ട് പോയി കണ്ടപ്പോഴാണ് മിക്ക പഞ്ചായത്ത് മെമ്പർമാർക്കും അവർക്ക് മോഹം പാടാൻ തുടങ്ങി. അവരെല്ലാവരും പറഞ്ഞു ഈ സ്ഥലം അനുയോജ്യമല്ല എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അവാർഡ് സംബന്ധിച്ച് ഞങ്ങളുടെ പല ജില്ലാ തലത്തിൽ ഞങ്ങൾ പല ടീമുകളായിട്ട് ഭരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ സാധിച്ചു. 2002 ഇവിടെ ഈ പഞ്ചായത്തിൽ ഇവിടെ സ്വപ്ന പദ്ധതി ആയിരുന്ന ഇവിടെ നമ്മൾ പരിയാരത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ആര്യാള മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് ഇവിടെ സബ്സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് UDF ശ്രീ ഉമ്മൻചാണ്ടിയുടെ 100 ദിന കർമ്മ പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിയാരം സബ്സ്റ്റേഷൻ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ അവാർഡിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഒന്ന് മറുപടി പറയട്ടെ, പറയൂ പ്ലീസ്. ഇദ്ദേഹം പറയട്ടെ. ഇവിടെ സൂചിപ്പിച്ചു, അവാർഡിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഈ ഭരണസമിതിക്ക് ഞങ്ങളൊപ്പമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇവരെ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർ ഭരിക്കും ഈ 10 വർഷക്കാലം, ഈ 5 വർഷം വിവിധ വർഷങ്ങളിൽ എത്ര ലക്ഷം രൂപയാണ് നമുക്ക് ഇവരെ മൈനസ് പല ഫണ്ടിൽ നഷ്ടപ്പെടുത്തി. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് മാത്രമാണ് 100% വിനിയോഗം നടത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി ഫണ്ടുകളെല്ലാം ലാപ്സാക്കി കളയുന്ന. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇവിടെ ചോദ്യം ഉന്നയിച്ചത് പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടുമാണ്. അപ്പൊ എനിക്കതിന് മറുപടി പറയണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ UDF ഉയർത്തിയ മറ്റ് ആരോപണങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം പ്രതികരിക്കുന്നില്ല. കാരണം ഇപ്പോൾ UDF എങ്ങനെയെങ്കിലും പ്രകോപനം ഉണ്ടാക്കി മറുപടി ഇല്ലാത്ത അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല. 5 വർഷക്കാലം, തൊട്ടും 10 വർഷക്കാലം UDF ഭരിച്ചിരുന്നു. 5 വർഷക്കാലത്തിനിടെ ലഭിച്ച അവാർഡിനെ കുറിച്ചാണ് ചോദ്യം. തൊട്ടു മുമ്പുള്ള 10 വർഷക്കാലം സോമരാജൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ബിന്ദു സജി പ്രസിഡന്റ് ആയിരുന്നപ്പോഴുമുള്ള മികവാർന്ന ഒരു കാര്യം പോലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കില്ലാത്തത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളിൽ കാടുകയറി പോകുന്നത്. ഇനി എണ്ണി പറയാം. സ്വരാജ് ട്രോഫി പുരസ്കാരം അത് മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നതാണ്. 1-ാം സ്ഥാനം 20 ലക്ഷം രൂപയാണ്, 2-ാം സ്ഥാനം 10 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം 90% മുകളിൽ ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെലവഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2022-23 23-24 തുടർച്ചയായി 2 വർഷക്കാലം സ്വരാജ് ട്രോഫി പുരസ്കാരം ഉടുമ്പന്നൂരിലേക്ക് എത്തിയത്. 2 ഇടുക്കി ജില്ലയിലെ മികച്ച ജൈവ കാർഷിക പഞ്ചായത്ത് 2 ലക്ഷം രൂപയും ട്രോഫിയുമാണ് പുരസ്കാരം. 2022-23 സാമ്പത്തിക വർഷത്തിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ജൈവ കാർഷിക പഞ്ചായത്ത് ഉടുമ്പന്നൂരായിരുന്നു. ആ ഉടുമ്പന്നൂരിലെ കാർഷിക പഞ്ചായത്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരടക്കം സംസാരിച്ച വീഡിയോ ഞാൻ കുറച്ച് പ്രദർശിപ്പിക്കാം. 3 മാലിന്യമുക്ത നവകേരളം പ്രവർത്തനം. ആ മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ മികച്ച ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക പുരസ്കാരം. 2 ജില്ലയിലെ മികച്ച ടൗണിനുള്ള പുരസ്കാരം ഉടുമ്പന്നൂർ ടൗണിന്. 3 ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയം ഉപ്പുകുന്ന് ട്രൈബൽ LP സ്കൂൾ. കൂടുതൽ പ്രദേശങ്ങൾ മനോഹരമാക്കി ഹരിത പദവി കൈവരിച്ചതിൽ 1-ാം സ്ഥാനം ഉടുമ്പന്നൂർക്ക്. ഏറ്റവും കൂടുതൽ സ്കൂളുകളെ ഹരിത വിദ്യാലയമാക്കിയതിൽ 1-ാം സ്ഥാനം ഉടുമ്പന്നൂർക്ക്. കൂടുതൽ സ്ഥലങ്ങളെ ഹരിത പൊതുസ്ഥലങ്ങളാക്കിയതിൽ 1-ാം സ്ഥാനം ഉടുമ്പന്നൂർക്ക്. PN പണിക്കർ സേവാ പുരസ്കാരം ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ളത് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്. ഇങ്ങനെ തുടർച്ചയായ പുരസ്കാരങ്ങൾ. ഒരാഴ്ചക്കാലം ഈ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര വൃത്തി കോൺക്ലേവിൽ 8 ദിവസക്കാലം ഉടുമ്പന്നൂർ പഞ്ചായത്തിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാളും നമ്മുടെ അവതരണത്തിനും പ്രത്യേകമായി അംഗീകാരം ലഭ്യമാക്കിയത് വേറെ. ഇങ്ങനെ 5 വർഷക്കാലം കൊണ്ട് 10 വർഷത്തെ UDF ഭരണം കൊണ്ട് ഈ നാട് നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒട്ടേറെ അംഗീകാരങ്ങൾ ഉടുമ്പന്നൂരിലെ 24,000-ഓളം വരുന്ന ജനങ്ങളുടെ മുമ്പിലേക്കാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സമർപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ ഒരു വാക്ക് പോലും ഇല്ലാത്തവർ ഇവിടെ പ്രകോപനം സൃഷ്ടിക്കും. ആ പ്രകോപനത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രവർത്തകരും വീണു പോകരുത് എന്ന അഭ്യർത്ഥന കൂടി. എന്താണ് മറുപടി? മൈക്ക് പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ അംഗം തന്നെ കൃത്യമായി ട്രെയിൻ ചെയ്ത് വന്നതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്കറിയാം ചോദ്യത്തിന്റെ ഉദ്ദേശവും ശുദ്ധിയും. മറുപടി പറയട്ടെ. പ്രസിഡന്റ് മറുപടി പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ നമുക്കും പറയാനുള്ള അവസരത്തിൽ നിങ്ങൾ കയറി ഇടപെട്ടാൽ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം. പറഞ്ഞതിന് ശേഷം അടുത്ത മറുപടി അടുത്ത ചോദ്യത്തിന് പറയുക. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലമായി 5 വർഷക്കാലം കൊണ്ട് ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയെന്ന്. അപ്പോൾ ഉടുമ്പന്നൂർ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി നമ്മൾ പരിശോധിക്കപ്പെടണം. കാരണം ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കും.
ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ആരായാലും ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ പുരസ്കാരങ്ങൾ കിട്ടിയ ഈ പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മളത് പഠിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഇവിടെ നിലവിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതി മനസ്സിലാക്കണം. അപ്പോൾ ഈ പഞ്ചായത്തിന് പുരസ്കാരം കിട്ടിയെങ്കിൽ മറ്റ് പഞ്ചായത്തുകളുടെ അവസ്ഥയും കൂടി നമ്മൾ വിലയിരുത്തപ്പെടണം. മറ്റ് പഞ്ചായത്തുകളുടെ അവസ്ഥയും കൂടി നമ്മൾ വിലയിരുത്തപ്പെടണം. മറ്റൊന്ന്, അപ്പൊ ഇല്ലാത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ഇല്ലാത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വളരെ കൃത്യമായി നടക്കുന്നു എന്നാണ് ഇവിടെ പ്രസിഡന്റ് പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ്, പഞ്ചായത്ത് മെമ്പർ അടക്കം മേറ്റടക്കമാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രിയപ്പെട്ട സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് ഒരു റിപ്പോർട്ട് പഞ്ചായത്തിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പ്രകാരം ഇവിടെ വലിയ അഴിമതി ഉണ്ടായതായും അവിടെ പൈസ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ തൊടുപുഴയിൽ പോയി വളരെ മനോഹരമായി പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് അതൊരു റിപ്പോർട്ട് മാത്രമാണ്, അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് ഭരണസമിതി ഒരു പൈസ പോലും തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം നാട്ടിൽ പ്രസംഗിച്ചതും തൊടുപുഴ പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞതും. പക്ഷേ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം പിന്നീട് ഒബുഡ്സ്മാൻ്റെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ആ ഒബുഡ്സ്മാൻ്റെ അന്വേഷണത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ കയ്യാല നീർക്കുഴി, അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യാലയും നീർക്കുഴിയും കാനയും അടക്കമുള്ള പ്രവർത്തികളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വാർഡുകളിലൊക്കെ ഇതിൻ്റെ ഒബുഡ്സ്മാൻ്റെ പരിശോധന നടത്തിയപ്പോൾ 6613 സ്ക്വയർ മീറ്റർ കയ്യാല പടുന്നു എന്നായിരുന്നു ഇവർ പറഞ്ഞ ഈ അവാർഡ് മേടിക്കുന്നതിന് വേണ്ടി കണക്ക് കൊടുത്തത്. പക്ഷേ ഒബുഡ്സ്മാൻ വന്ന് പരിശോധിച്ചപ്പോൾ 2642 സ്ക്വയർ മീറ്റർ, രേഖ വേണ്ടി തരാം കേട്ടോ, ഇനി രേഖയില്ല എന്ന് പറയരുത്, എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന രേഖയുണ്ട്. 2642 സ്ക്വയർ മീറ്റർ കയ്യാലയെ കണ്ടെത്താൻ കഴിഞ്ഞോളൂ, ബാക്കി കയ്യാല പണിതിട്ടില്ല. അപ്പോൾ കണക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പെരുപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അവാർഡ് മേടിക്കാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് 548 സ്ക്വയർ മീറ്റർ കാന പണിയാൻ വേണ്ടിയിട്ട് പണിതു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അതിൽ പണിതിരിക്കുന്ന കാന എന്ന് പറയുന്നത് 286 സ്ക്വയർ മീറ്റർ കാനയാണ്. മറ്റൊന്ന് 1360 നീർക്കുഴികൾ, അത് ഈ നീർക്കുഴി കുത്തി അത് കാണിച്ചു കൊടുക്കണം. ആ നീർക്കുഴിക്ക് പകരം പണിതിരിക്കുന്ന 430 നീർക്കുഴിയാണ്. അപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവരിത് ഈ ന്യൂനത പരിഹരിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയി പല ആളുകളും രാത്രിക്ക് രാമാനം ഈ പറമ്പൊക്കെ പോയി കിളച്ചിട്ട് ഈ ഒബുഡ്സ്മാൻ്റെ സിറ്റിംഗ് വന്നപ്പോൾ പറഞ്ഞു, തൂമ്പ ഒന്ന് ചാരി വെച്ചപ്പോഴത്തേക്ക് ഒരു കിളച്ച ഒരു കുഴി പോലെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ ന്യൂനത പരിഹരിച്ചാന്ന് പറഞ്ഞു. അത്രയും ന്യൂനത പരിഹരിച്ചിട്ടും അവസാനം പഞ്ചായത്തിൽ നിന്ന് 93,880 രൂപ രേഖ പ്രകാരം അഴിമതി നടത്തിയ പഞ്ചായത്ത് തിരിച്ചടച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചാൽ അവാർഡുകൾ ഒരുപാട് വരും. അവാർഡ് വരുമെന്ന് മാത്രമല്ല, പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസനത്തെ കുറിച്ച് ഒരു പറയുന്നില്ല. അടിസ്ഥാന വികസനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഉടുമ്പന്നൂരിൽ 6 മാസം മുമ്പ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള പൊട്ടി തകർന്നു കിടക്കുന്ന പൂച്ചട്ടിയും കരിഞ്ഞുണങ്ങിയ ചെടികളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടുമ്പന്നൂരിന്റെ മുഖച്ഛായ എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. താങ്കൾക്ക് വീണ്ടും വരാം, അതിനൊരു മറുപടി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ
ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, പ്ലൈവുഡ്, ഡോർ ലോക്സ്, ഫിറ്റിംഗ്സ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ, നെറുലൈറ്റ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ്. സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒരുക്കുന്നു ടൂൾസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, WPC, ഗ്ലാസ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർസ്. പവർ ടൂൾ ഉൽപ്പന്നങ്ങൾ റെന്റിൽ ലഭ്യമാണ്. സാഫ ഗ്രൂപ്പ്, സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ്, സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പത്തനാട്. ഇവിടെ അവാർഡുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരുപാട് കാട് കയറിപ്പോയി. ഒന്ന്, അദ്ദേഹം 5 വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. 2000-ൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ റോയി കെ പോലോസ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതും ഇങ്ങനെ തന്നെയാണോ ആ അവാർഡ് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ ആദ്യം പറയണം. രണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല സ്വരാജ് ട്രോഫി പുരസ്കാരം. ഇപ്പോൾ വിവരക്കേടുണ്ടാവാം, പക്ഷെ അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയക്കാരനും ഭൂഷണമല്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് മറ്റ് പുരസ്കാരമാണ് നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സുഹൃത്തെ വിവരക്കേടുണ്ടാവാം, അത് അലങ്കാരമേ കൊണ്ടുനടക്കരുത്. തൊഴിലുറപ്പ് പദ്ധതി സ്വരാജ് ട്രോഫിക്ക് പരിഗണിക്കുന്ന മാനദണ്ഡമല്ല. രണ്ട് പറയട്ടെ, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് നടന്നിട്ടുണ്ട്, അതിന്റെ പരിശോധന നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തൊഴിലാളികൾ പണിതതുമായി ബന്ധപ്പെട്ട് ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. തിരിച്ചടച്ചതാരാ? പണിത തൊഴിലാളികൾ. ആ തൊഴിലാളി പറയാം, അല്ല ആഘോഷിക്കാൻ വരട്ടെ, ആഘോഷിക്കാൻ വരട്ടെ, ആഘോഷിക്കാൻ വരട്ടെ. അദ്ദേഹം കാര്യം വ്യക്തമാക്കട്ടെ, അല്ല കാര്യം വ്യക്തമാക്കട്ടെ. നിങ്ങളെ കൂവിത്തോപ്പിക്കാൻ വരട്ടെ. അത് ലീഗുകാർക്ക് എല്ലാ വിവരക്കേടും അലങ്കാരമാണല്ലോ. കൂവിത്തോപ്പിക്കാൻ വരട്ടെ. ഏത് വാർഡെന്നറിയോ? തിരിച്ചടച്ച ഏത് വാർഡെന്നറിയോ? 4-ാം വാർഡിൽ നിന്നും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഭാര്യമാർ പണിത നിർക്കുഴിക്കാണ് പൈസ തിരിച്ചടച്ചത്. തെളിവ് ഞാൻ തരാം, പേര് ഞാൻ തരാം, രേഖ ഞാൻ തരാം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ബോധപൂർവം ഈ പദ്ധതിയെ തകർക്കാൻ ഇടപെട്ടതിന്റെ ഭാഗമായി അവർ തിരിച്ചടച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം പോകുന്നത് തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്കാണ്, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും അക്കൗണ്ടിലേക്കല്ല. ആ സാമാന്യ ബോധമെങ്കിലും ആദ്യം മറുപടി പറയൂ. തൊഴിലുറപ്പ് പദ്ധതി വേറെ ചർച്ച ചെയ്യാം, തൊഴിലുറപ്പ് പദ്ധതി വേറെ ചർച്ച ചെയ്യാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. അത് വ്യക്തമായ രേഖകൾ സഹിതം താങ്കളുടെ കയ്യിൽ വ്യക്തമായ രേഖകൾ ഉണ്ടെങ്കിൽ അതുമായി നിയമ നടപടിക്ക് മുന്നോട്ട് പോകുമോ? തൊഴിലുറപ്പ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4-ാം വാർഡിന്റെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പറാണ്. അസഹിഷ്ണുത വേണ്ട, പറയട്ടെ, അദ്ദേഹം പറയട്ടെ. അല്ല, പറയാനുള്ള അവസരം പറയട്ടെ, പ്ലീസ്. അല്ല, ഇതൊന്ന് പറയട്ടെ, പറഞ്ഞോളൂ. 4-ാം വാർഡിലെ
അദ്ദേഹം പറയട്ടെ. ഞാൻ പ്രസിഡന്റ് അല്ലല്ല. പറയൂ. ഞാൻ പ്രിയപ്പെട്ട പ്രസിഡന്റിന് വിവരക്കേടൊന്നും പറയൂല. കേട്ടിരിക്കുന്നവർക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കളരിയിലല്ല ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ പ്ലീസ്. പറഞ്ഞോളൂ. പ്ലീസ്. പിന്നെ പറയാം. ഒരൊറ്റ കാര്യം കൂടി. പെട്ടെന്ന് പറയൂ. സമയത്തിന്റെ പരിമിതിയുണ്ട്. വിവരക്കേടുമൊക്കെ അത് ഉണ്ടാകേണ്ടത് സ്വന്തം ഉണ്ടായി വരേണ്ടതാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ കുറിച്ച് ചർച്ചയില്ല. ഞാൻ 4-ാം വാർഡിൽ പറഞ്ഞ ഒരു കാര്യം പറയാം. 4-ാം വാർഡിലെ ലീഗുകാരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം പറയാം. അവര് ലീഗുകാർ കൂടിപ്പോയി എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അസ്വസ്ഥത ഉണ്ടാകേണ്ട. അവിടെ പഞ്ചായത്ത് മെമ്പർ ഇടതുപക്ഷത്തിന്റെയാണ്. ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാണ് വേണ്ടി വിശദീകരിക്കാം. ഒരു മിനിറ്റ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു 4-ാം വാർഡിൽ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് മെമ്പർ ഉള്ളപ്പോ അവിടെ തൊഴിലാളികൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ നടക്കുന്ന പദ്ധതിയിലും പദ്ധതി നിർവഹണത്തിലും ആ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്നതും മുഴുവൻ ഇടതുപക്ഷ സഹയാത്രികർക്കാണ്. അല്ലാതെ നാട്ടിലെ പൊതുവായി കണ്ടുകൊണ്ടല്ല. നാടിനെ പൊതുവായി കണ്ടുകൊണ്ട് ഒരു വികസനം ഇവർ നടത്തുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്കായി നിൽക്കുന്നവർക്ക് മാത്രമാണ് വികസനം നടത്തുന്നുള്ളൂ. ഇവിടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞു. ഇവിടെ LDF-ന്റെ ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. ആ പ്രകടന പത്രികയിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഉടുമ്പന്നൂർ ടൗണിലാണ്. ആ ഉടുമ്പന്നൂർ ടൗണിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രകടന പത്രിക ഇറക്കിയപ്പോഴത്തേക്ക് ഉടുമ്പന്നൂരിലെ ടാക്സി തൊഴിലാളികാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഉടുമ്പന്നൂരിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഉടുമ്പന്നൂരിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കും. എവിടെയാണ് ടാക്സി സ്റ്റാൻഡ്? മറുപടി പറയണ്ടേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. അദ്ദേഹം ഈ LDF-ന്റെ പ്രകടന പത്രികയിൽ ഒരു വാക്ക് തന്നെ ഉണ്ട്. ഉടുമ്പന്നൂർ പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ ഇവിടെ തുടക്കം കുറിച്ച ഒരു ബഡ് സ്കൂള് ഞങ്ങൾ വന്നാൽ അത് മനോഹരമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞു. 4 വർഷക്കാലമായി ഈ പ്രസിഡന്റിന്റെ വാർഡിൽ അത് കാട് കയറി കിടക്കുക. ഇവിടുത്തെ സാധാരണക്കാരായ ഈ നാട്ടിലെ അംഗപരിമിതരായ ആളുകൾക്ക് ഒരുപാട് ഗുണം ലഭിക്കുമായിരുന്ന ഒരു ബഡ് സ്കൂൾ ആയിരുന്നു. അത് ഇവിടെ നിർമ്മാണം നടത്തിയിട്ടില്ല. മറ്റൊന്ന് പറഞ്ഞു ആരോഗ്യ മേഖലയിൽ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ PHSക്ക് പുതിയ കെട്ടിടം തട്ടക്കൊഴി പണിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ആഴ്ചകൾക്കും അപ്പുറം ഒരു തറക്കല്ല് മാന്തി ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം പറഞ്ഞു ടൗണിൽ സബ് സെന്റർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു PHSയുടെ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ 90% ഇവിടെ പൂർത്തീകരിച്ചു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ പറയുന്നു അടിസ്ഥാന വികസന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉടുമ്പന്നൂരിൽ അമ്പേ പരാജയം. അടുത്ത ചോദ്യം ആർക്കാണ്? ചോദ്യം ഹലോ ചോദിച്ചോ. ആരോടാണ്? എനിക്ക് പ്രിയമുള്ള UDF-ന്റെ പ്രതിനിധികളോടാണ്. നമ്മുടെ പഞ്ചായത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഒരു പുതിയ ആശയം നമ്മുടെ കേരളത്തിൽ വളരെ ചെറിയ എണ്ണത്തിലുള്ള പഞ്ചായത്തുകൾ മാത്രം നടപ്പിലാക്കിയിട്ടുള്ളൂ. ഉടുമ്പന്നൂരിൽ നടപ്പിലാക്കി 4 ലക്ഷത്തിലധികം വരുന്ന ഉടുമ്പന്നൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ദിവസം 200 മുതൽ 280 ആളുകൾ വരെ കയറുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. 280 ആള് വരെ പറയട്ടെ. അദ്ദേഹം ചോദിക്കൂ. സമയം. ഈ 25,000 പേരിൽ ഈ 280 ആളുകൾക്കെങ്കിലും ഗുണം കിട്ടുന്ന ഈ ഒരു പദ്ധതിയെ ഇനി വരും കാലങ്ങളിൽ ഇതിൽ ആരധികാരത്തിൽ വന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോവോ ഇല്ലയോ അതോ പൂട്ടിക്കെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം അതിനെ പരമാവധി ഇതിനെ ഇപ്പോൾ എതിർത്ത് പേപ്പറുകളിലൂടെ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട UDF-ന്റെ പ്രതികൾ അവരധികാരത്തിൽ വന്നാൽ ഗ്രാമവണ്ടി പൂട്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യമുള്ളൂ. അതിനൊരു മറുപടി കിട്ടിയാൽ മതി. ഗ്രാമവണ്ടിയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. മറുപടി പറഞ്ഞോളൂ. പ്രിയപ്പെട്ട 4-ാം വാർഡിലെ കേസ് പറഞ്ഞു. 4-ാം വാർഡിലെ ഒരു മിനിറ്റ്. അദ്ദേഹം മറുപടി അല്ല പ്ലീസ് അദ്ദേഹം മറുപടി പറയട്ടെ. ആ ചോദ്യത്തിന് മറുപടി. പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികൻ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു. ഈ ഉടുമ്പന്നൂരിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമവണ്ടി ഞങ്ങളിവിടെ ഇറക്കിയെന്ന് പറഞ്ഞു. ഈ ഗ്രാമവണ്ടി ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയേ ഉള്ളൂ. 1 മാസം തികഞ്ഞിട്ടില്ല.
അപ്പോൾ ഈ 5 വർഷക്കാലം ഒരു ഗ്രാമവണ്ടി ഇറക്കാത്ത എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനും കൂടെ ഒരു മറുപടി ഇവർ ഇനി പറയുവാണെങ്കിൽ പറയണം. മറ്റൊന്ന്, ഈ ഗ്രാമവണ്ടി ഇവിടെ 250 ആൾ കയറുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ നാട്ടിലെ ആളുകളുടെ എല്ലാം കണ്ണ് തിമിരമാണെന്ന് എനിക്ക് തോന്നുന്നത്. മുഴുവൻ ആളുകൾക്കും അറിയാം. അങ്ങനെ ഒരു തിമിരവും ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ആർക്കും ബാധിച്ചിട്ടില്ല. ഈ പഞ്ചായത്തിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഞാനത് ഇത്രേ പറയുന്നുള്ളൂ. ഈ പഞ്ചായത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ പ്രദേശങ്ങളിൽ ആ വണ്ടി ഒന്ന് പോയി, ചാനലുകാരാണല്ലോ, നിങ്ങൾക്കും ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം, ഒന്ന് പോയി പരിശോധിച്ചിട്ട് ആ വണ്ടിയിലൊന്ന് കയറിയിട്ടാണെങ്കിലും കയറിയ 250 ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന് തരുവാണെങ്കിൽ നമ്മൾ പറയുന്ന പണി, ഈ രാഷ്ട്രീയ പണി ഇവിടെ ഉപേക്ഷിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം മറ്റൊന്ന്, ഈ ഗ്രാമവണ്ടി പറയട്ടെ പറയട്ടെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഈ ഗ്രാമവണ്ടിയുടെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ KSRTC വണ്ടിയുടെ ഫിറ്റ്നസ് ഡിസംബർ 31 തീരുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അത് കട്ടപ്പുറത്ത് കയറും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് തന്നെ തർക്കമില്ല. ഞങ്ങൾ പരിശോധിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പോലും അവർ വരൂല എന്ന് അവർക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ഞങ്ങളോട് ചോദിച്ചത്. നിങ്ങളിത് തുടർന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചതിന്റെ ഉത്തരവാദിത്തം നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇവിടെ പച്ച തപ്പൂല എന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. നാലാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അവിടുത്തെ തൊഴിലാളികളെ വിവരം കെട്ടവരെന്ന് ആക്ഷേപിച്ച പ്രസിഡന്റിനോടാ ചോദിക്കാനുള്ളത്. അവിടെ ആ തൊഴിലുറപ്പ് പദ്ധതിയിലെ പെണ്ണുങ്ങളെ പണിയിപ്പിക്കുന്ന അവിടുത്തെ മെമ്പറാണ്, LDF മെമ്പറാണ്. ആ LDFന്റെ വിവരക്കേടാണോ ആ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി കാണിച്ചതെന്ന് ഈ നാട്ടിലെ പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആ പാവപ്പെട്ടവരുടെ ഓരോരുത്തരുടെ 3000 രൂപ രാത്രി വീട്ടിൽ കയറി തിരിച്ചടപ്പിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാലോ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന കുട്ടികളുടെ അവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന്. അവരുടെ വീട്ടിൽ രാത്രി രാത്രാന്തരം കയറി 3000 രൂപ വെച്ച് ഒരാളുടെ പക്കൽ നിന്നും തിരിച്ചടപ്പിക്കേണ്ട ഗതികേട് വന്നു. എന്നിട്ട് ഇപ്പൊ പ്രസിഡന്റ് അവരെല്ലാം വിവരം കെട്ടവരെന്ന് വിളിച്ചു. ഇങ്ങേർക്ക് പ്രസിഡന്റ് നിന്ന് ഇരിക്കാൻ അവകാശമുണ്ടോ? നാട്ടിലെ ജനങ്ങളെ വിവരം കെട്ടവരെന്ന് വിളിക്കുന്നവരല്ലേ? ഈ ഗ്രൗണ്ടിന്റെ സ്ഥലത്ത് താമസിച്ചിരുന്നതാണ് ഈ LDF സഹയാത്രികൻ. അവിടെ താമസയോഗ്യമല്ലാത്തതിനാൽ അദ്ദേഹം ഇപ്പൊ താമസിക്കുന്ന ഉടുമ്പന്നൂരാ. അങ്ങേർക്ക് പോലും അറിയാം, അദ്ദേഹത്തിന് പോലും അറിയാം ആ സ്ഥലം കൊള്ളില്ല എന്ന് അദ്ദേഹത്തിന് പോലും അറിയാം. അവിടെ നിന്ന് ഒരു 6 അടിച്ചാ ഈ ഉടുമ്പന്നൂർ തോട്ടി വന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആരെയും വിവരം ദോഷികളെ ഞാൻ വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല. ഉടുമ്പന്നൂർ പറയുന്ന സുഹൃത്ത്, ഞാൻ വിവരಕ್ಕೆ പറയട്ടെ നിങ്ങളുടെ ചോദ്യമാണ്. ഞാൻ വിവരമില്ലാത്തവരെന്ന് പറഞ്ഞത് 5 വർഷക്കാലം മെമ്പറായിരുന്ന പ്രിയപ്പെട്ട UDFന്റെ നേതാവിനെയാണ്. കാരണം അദ്ദേഹം 5 വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് നടക്കുന്നത് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. ഒരു തൊഴിലാളി തൊഴിൽ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു തൊഴിലാളി തൊഴിൽ ചെയ്താൽ ആ കൂലി കിട്ടുന്ന മെമ്പറുടെ പോക്കറ്റിലേക്കല്ല. അത് നവാസിനും കിട്ടിയിട്ടില്ല, ജോൺസനും കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടില്ല. ആ തൊഴിലാളിയുടെ പോക്കറ്റിലേക്കാണ്. അത് കൃത്യമായിട്ടറിയാം. ആ വിവരം മറച്ചു വെച്ച് ഇവിടെ വാർഡ് മെമ്പർ തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പം അതിനെ വിവരക്കേടെന്നല്ല പിന്നെ എങ്ങനെ വിളിക്കുക? എനിക്കറിയില്ല. പിന്നെ അവിടെ നടന്ന പ്രശ്നം അവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ജോലിയിൽ ക്രമക്കേട് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ തൊഴിലാളികൾ ആക്ഷേപിച്ചതല്ല. അതിന് കൃത്യമായ രേഖ ഞാൻ തരാം. കൃത്യമായ രേഖ അവകാശം വെച്ചോ. രേഖ എവിടെ നിന്നിട്ട് ഏതൊക്കെ തൊഴിലാളികളാണ് പണം തിരിച്ചടച്ചത് എന്ന രേഖ പഞ്ചായത്ത് ഓഫീസിലുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ആ സ്ഥലം തന്നെ മേടിക്കണമെന്ന് ഇവിടെ ആരാ വാശി പിടിച്ചേ? എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു സ്ഥലം കാണിക്കുന്നില്ല? യൂത്ത് കോൺഗ്രസ്സുകാരനും ഒക്കെ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ആർക്കാണ് സത്യം? നിങ്ങൾ മറ്റൊരു സ്ഥലം കാണിച്ചത് വാങ്ങാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആവശ്യം ഈ നാട്ടിൽ ഗ്രൗണ്ട് വരാൻ പാടില്ല, ഇവിടുത്തെ കുട്ടികൾ കളിക്കാൻ പാടില്ല. എങ്ങനെയും ഇടതുപക്ഷത്തിന്റെ ഒറ്റ അജണ്ട ചോദ്യം
അവിടെ കൊടുക്കുക, അവിടെ മൈക്ക്. ഓക്കെ, ചോദിക്കും. ആരോടാണ്? ഉണ്ട്. പറഞ്ഞോളൂ. ഹലോ. ഓക്കെ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവസരമുണ്ട്. പ്ലീസ് ചോദിച്ചു. ഒരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ കളിസ്ഥലം മാത്രമല്ല ഇവിടെ ഉള്ളത്. 2023-24 കാലഘട്ടത്തിൽ ഈ അമയപ്ര പാറയിലാണ് ഞാൻ താമസിക്കുന്നത്. അമയപ്ര പാറയിലെ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ജലനിധിയിലേക്ക് എഴുതി കൊടുത്തിട്ട് വർഷം 5 കഴിഞ്ഞു. ഈ ജലനിധി പദ്ധതി ആ കുടിവെള്ള ടാങ്ക് ചോർച്ച തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഇത് പറഞ്ഞ ആ പാറയിൽ ഒരു കമ്മിറ്റി കൂടിയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ജലനിധിയുടെ പ്രസിഡന്റ് മോഹനൻ എന്ന് പറഞ്ഞ പുള്ളിയും അവിടുത്തെ മെമ്പറും കൂടി വന്ന് അവിടെ ഇരുന്ന് പദ്ധതി വിഹിതം, അതായത് ഇത്ര രൂപ അക്കൗണ്ടിൽ കണ്ടാൽ, ജലനിധിയുടെ അക്കൗണ്ടിൽ കണ്ടാൽ മാത്രമേ ടാങ്ക് പണിയാൻ നമുക്ക് പദ്ധതി പൈസ അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് പാവപ്പെട്ട ഞങ്ങളെ കൊണ്ട് 1000 രൂപ വെച്ച് അക്കൗണ്ടിൽ ഇടിയിപ്പിച്ചിട്ട് 1000 രൂപ വെച്ച് അക്കൗണ്ടിൽ ഇടിയിപ്പിച്ചിട്ട് 2023 ഡിസംബർ മാസം ആ ടാങ്ക് പണിയാനുള്ള അനുമതി മേടിച്ച് തരാം, ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ടാങ്ക് കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഈ 1000 രൂപ വെച്ച് അടപ്പിച്ചിട്ട് ഇപ്പോഴും ആ ടാങ്ക് അവിടെ ചോർന്നൊലിക്കുക. ഇതുവരെ ആ ടാങ്കിനുള്ള ഒരു ഇതുപോലും ചെയ്തിട്ടില്ല. ജലനിധി പദ്ധതി പ്രകാരം ആ കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാൻ 8 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ഗുണഭോക്തൃ അടച്ചിട്ടുണ്ട്. ആ വർക്ക് ടെൻഡർ ചെയ്യുന്ന ജലനിധിയാണ്. ആ വർക്ക് ടെൻഡർ ചെയ്ത് തിരുവനന്തപുരത്തുള്ള കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ടുണ്ട്. ആ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുൻഗണനാക്രമത്തിൽ വർക്ക് പൂർത്തിയാകും. 8 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും? വർക്ക് തുടങ്ങിയാൽ നമുക്ക് ഒരു മാസത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും. ഇവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ഓക്കെ. BJP നേതൃത്വത്തിലേക്കാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാം നടക്കുമ്പോഴും പല പോരായ്മകളുമുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും. താങ്കൾ ഒരു BJP നേതാവ് എന്ന നിലയിൽ ഇവരുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരിക്കുന്നു. അതിലുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് BJPക്കുള്ളത്? മൈക്ക് അടുപ്പിച്ച് പിടിച്ചോ. ഓക്കെ, പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവരുടെ അവകാശങ്ങളും അതോടൊപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ ആരോപണങ്ങളും കേട്ടിട്ട് എനിക്ക് സഹതാപമാണ് ഇവരോട് തോന്നിയത്. ഒരു LP സ്കൂൾ നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ നിലവാരത്തിലേക്ക് പഞ്ചായത്ത് തരം താഴെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുക, ഒരു പഞ്ചായത്ത് സെക്രട്ടറി, നല്ലൊരു പഞ്ചായത്ത് സെക്രട്ടറി അവിടെ നിന്ന് ഒപ്പിട്ടാൽ നടക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ രണ്ടുപേരും ഇവിടെ പറഞ്ഞത്. ഇതുവരെയും ഇവിടെ ആകെ പറഞ്ഞ ഒരു കാര്യം കളിസ്ഥലത്തെക്കുറിച്ച് മാത്രമാണ്. പുതിയൊരു ആശയം ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. കളിസ്ഥലവും വാഹനവും 2 കാര്യമാണ് ഇവർ കൊണ്ടുവന്നത്. അദ്ദേഹം പറയട്ടെ, മറുപടി പറയട്ടെ പ്ലീസ്. സഹകരിച്ചേ അദ്ദേഹം പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഈ 2 കാര്യമല്ലാതെ ഇവർ പുതിയൊരു ആശയം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പൈസ സംസ്ഥാനത്തിന് കൊടുക്കുന്നു. ആ പൈസ പഞ്ചായത്തിലേക്ക് കൊടുക്കും. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് അവസരം കൊടുത്തു. അദ്ദേഹം നേരം സംസാരിച്ചില്ല, അതുകൊണ്ടാണ്. നമ്മൾ ഇലക്ഷൻ വരാമോ ഇത്രയും ജനാധിപത്യ മര്യാദ ഇല്ലാതെ നമ്മൾ ഒരു കേൾക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കുന്നില്ല എന്നാണ്. പറഞ്ഞോളൂ. ഓക്കെ, പറയട്ടെ. അതേക്കുറിച്ച് ഞാൻ പറയാം. ഞാനിവിടെ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. കേരളം മാത്രം ഭരിക്കുന്ന CPM ആണ് ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കർണാടകവും ഹിമാചൽ പ്രദേശും മാത്രം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഇവിടെ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറയാ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ 2 സംസ്ഥാനം മാത്രമേ ഉള്ളൂ ഇൻഡിവിജ്വൽ പാർട്ടി. ബാക്കി ഈ രാജ്യത്ത് മുഴുവൻ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്നിട്ട് നിങ്ങൾ ഈ സമയം ഇത്രയും സമയം നിങ്ങൾ ഇലക്ഷൻ വരാൻ പോവാ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ 4 കോടി വീടുകളാണ് കഴിഞ്ഞ ഈ 15 വർഷം ഈ ടൈമിൽ BJPയുടെ കാലത്ത് ഇവിടെ പണിതത്. 4 കോടി നമ്മുടെ രാജ്യത്ത് പണിതത്. നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞതൊരു 3 ലക്ഷം വീടെങ്കിലും പണിയേണ്ടതായിരുന്നു. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പെടുത്തിക്കൊണ്ട് ഈ 4 കോടി വീട് പണിതപ്പോൾ 3.5 കോടി ജനമുള്ള കേരളത്തിൽ ഒരു 3 കോടി വീട് പണിയേണ്ടതായിരുന്നു. ഇപ്പം ഇവിടെ പറഞ്ഞ 225 വീട് വേണമെന്ന്. ഞങ്ങളിവിടെ അധികാരത്തിൽ വന്നാൽ
ഇവിടെ ഒരാൾക്കും വീടില്ലാത്ത ഒരു അവസ്ഥ ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ്. അതിന്റെ കാരണം പറയാം. പറയൂ. അദ്ദേഹം പറയട്ടെ. അല്ല, ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഒരൊറ്റ കാര്യം ഞാൻ ഇത്രയും ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം മാത്രം പറയാം. നമ്മളിവിടെ 1ാം സ്ഥാനത്താണ്. ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുക. ഞാൻ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. നമ്മുടെ കേരളത്തിന്റെ എറണാകുളത്തിന്റെ സ്ഥാനം കഴിഞ്ഞ വർഷം 450 സ്ഥാനമാണ്. ഇന്ത്യയിൽ മധ്യപ്രദേശില് ഇൻഡോർ 10 വർഷമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുക വേസ്റ്റ് മാനേജ് വൃത്തിയുടെ കാര്യത്തില്. ഭോപ്പാൽ ഇവരുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പട്ടണങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളം 450 സ്ഥാനത്തായിരുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഈ പഞ്ചായത്തിലും വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മളെങ്ങും എത്തിയിട്ടില്ല. നമ്മളത് കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് വളർന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ടൂറിസത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് വൃത്തിയാണ്. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പിന്നോട്ട് നിൽക്കുന്നു. രണ്ടാമത് നമുക്ക് ശ്മശാനമില്ല ഇവിടെ. ഇപ്പോഴും നമുക്കറിയാം ഒത്തിരി 5 സെന്റ് 2 സെന്റ് ഉള്ള ആളുകളാണ്. അവരെല്ലാം ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, അവരെല്ലാം നേരെ തൊടുപുഴയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അവരെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഒരു ശ്മശാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അടുത്ത സെക്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ആ സെക്ഷനിൽ താങ്കൾക്ക് അവസരമുണ്ട്. പ്ലീസ് സഹകരിക്കുക. ഇടപെട്ടതല്ല. താങ്ക് യു. ഒരു ചോദ്യത്തിലേക്ക് പോകണം. ഇവിടെ 2 പേര് വീട് വെച്ചു കൊടുത്ത കാര്യം പറഞ്ഞു. LDF ഭരണ കാലത്ത് പണിത വീടിൻ്റെ കാര്യം ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ UDF ഭരണകാലത്ത് പണിത വീടിൻ്റെ കാര്യം UDFിൻ്റെ നേതാക്കന്മാരും പറഞ്ഞു. ഒന്ന്, ലൈഫ് ഭവന പദ്ധതി അനുസരിച്ച് വീട് എങ്ങനെയാണ് നിർമ്മിച്ചു നൽകിയത്, അതിൻ്റെ ഫണ്ട് സ്രോതസ് എങ്ങനെയാണ് ആ ഫണ്ട് ഉണ്ടാക്കിയത്, ആരാണ് കണ്ടുപിടിച്ച് സംസ്ഥാന സർക്കാരിനെ എങ്ങനെയാണെന്ന് വിശദീകരിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ്. ഒരു ചോദ്യം കൂടി ഉണ്ട്. UDF ഭരണകാലത്ത് ജവഹർ ഭവന പദ്ധതി നടത്തിയപ്പോൾ ആ ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസ് പണയം വെച്ച് വലിയ തുക കടമായി എടുത്ത് ആളുകൾക്ക് വിതരണം നടത്തിയ ഒരു ആക്ഷേപം കേട്ടിട്ടുണ്ട്. അതിൽ ശരിയുണ്ടോ? അതായിരുന്നോ ഈ ഭവന പദ്ധതി എന്ന് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ഇന്നത്തെ UDF നേതാവെന്ന് വ്യക്തമാണ്. മറുപടി അദ്ദേഹം പ്ലീസ് മറുപടി പറയൂ. മൈക്ക് ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട സോമള്ള സാർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഭരണകാലത്ത് ജവഹർ ഭവന പദ്ധതി എന്നൊരു പദ്ധതി നടപ്പാക്കിയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ജനസമ്പർക്ക പരിപാടിയുടെ അനുസരിച്ച് തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ ജവഹർ ഭവന പദ്ധതി ഇടുക്കി ജില്ലയിൽ അന്ന് നടപ്പാക്കിയത്. അന്ന് നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 2 കോടി രൂപ ലോൺ എടുത്തുകൊണ്ടാണ് ഈ ജവഹർ ഭവന പദ്ധതി അന്ന് ഒരു വീടിന് 2 ലക്ഷം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 ലക്ഷം. അപ്പോൾ അതിൻ്റെ പലിശ ജില്ലാ പഞ്ചായത്തും, പലിശയുടെ ഒരു വീതം ജില്ലാ പഞ്ചായത്തും 1 വീതം ബ്ലോക്ക് പഞ്ചായത്തും 1 വീതം പഞ്ചായത്തും എടുത്തുകൊണ്ടാണ് അതിൻ്റെ പൂർത്തീകരണത്തിനുള്ള ഗവൺമെൻറ് അനുമതി നമുക്ക് തന്നിരിക്കുന്നത്. അതനുസരിച്ച് ആ പദ്ധതികൾ പൂർണ്ണമായിട്ടും 185ഓളം വീടുകൾ പണിത് പൂർത്തീകരിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന് കെട്ടിടം പണയം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടോ? സാറിന്റെ അറിവിലായ്മ പറയാം. അങ്ങനെ ഒരു സംവിധാനമില്ല. മറുപടി വ്യക്തമാണ്. രണ്ടാമത് ലൈഫ് ഭവന പദ്ധതികൾ ഇപ്പോഴത്തെ ഭരണസമിതി നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെയും പലിശ നമ്മൾ പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റിലേക്ക് പറഞ്ഞോളൂ. ഒന്ന്, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് പ്രോജക്റ്റാണ്. അത് 1ാം പിണറായി സർക്കാരിൻ്റെ 1ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഗ്രാമപഞ്ചായത്തിന് വിഹിതമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വിഹിതമുണ്ട്, സ്റ്റേറ്റ് ഷെയർ ഉണ്ട്. സ്റ്റേറ്റ് ഷെയർ ഹഡ്കോയുമായി ബന്ധപ്പെട്ട് വായ്പ എടുത്തതൊക്കെയാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നേരിട്ട് വിഹിതം കൊടുത്ത പ്രശ്നമുണ്ട്. 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് കൊടുക്കുന്നത്. ST ഉന്നതികളിലാണെങ്കിൽ 6 ലക്ഷം രൂപയും കൊടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ 213 വീടുകൾ പൂർത്തിയാക്കിയത്. ഇത് ഈ ഭരണസമിതി കാലത്ത് തുടങ്ങിയതല്ല, മെമ്പർക്ക് തെറ്റുപറ്റിയതാണ്. കഴിഞ്ഞ UDF ഭരണസമിതി കാലത്താണ്, അന്ന് 1ാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് UDFിൻ്റെ ഭരണസമിതിയാണ് ഉടുമ്പന്നൂരിൽ. അന്നാണ് ലൈഫ് വാർപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷേ അന്നത്തെ ഭരണസമിതി ലൈഫ് വാർപ്പ് പദ്ധതി വീടുകൾ എഗ്രിമെൻറ്റ് വയ്ക്കാൻ വേണ്ടി തയ്യാറായില്ല. ആ തയ്യാറാകാത്ത ഘട്ടത്തിൽ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അന്ന് ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കി. 169 പേരാണ് ആ ഗുണഭോക്തൃ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. രണ്ടാമത് തയ്യാറാക്കിയ ലിസ്റ്റിനകത്ത് 2020 അന്നും UDFിൻ്റെ ഭരണസമിതിയാണ്. അന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ 383 ആളുകളാണ് ശേഷിച്ചത്. ഇതിനകത്ത് അന്ന് ആരെക്കൊണ്ടും എഗ്രിമെൻറ്റ് വെക്കാണ്ടിരുന്നപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസിലേക്ക്
ഇതിൻ്റെ ഗുണഭോക്താക്കൾ മാർച്ച് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് തടഞ്ഞു വെച്ചതിന് ശേഷമാണ് ലൈഫിൻ്റെ എഗ്രിമെന്റ് വെപ്പിക്കാൻ തയ്യാറായത് എന്നുള്ളത് ഉടുമ്പന്നൂർ പഞ്ചായത്ത് ചരിത്രമാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല ഒന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജവഹർ പദ്ധതിയുടെ കാര്യം ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു. മെമ്പർക്ക് ഒരു ചെറിയ പെശക് പറ്റിപ്പോയി. 2 കോടി രൂപയല്ല 4 കോടി രൂപയാണെന്ന് വായ്പ എടുത്തത്. 15 വർഷക്കാലം മുമ്പാണ്. അതിന് പഞ്ചായത്ത് ഓഫീസാണ് അതിന് ഇതായി പണയപ്പെടുത്തിയിട്ടുള്ളത്. കേരള ബാങ്കിനകത്താണ് ഇരിക്കുന്നത്. അതിനകത്ത് 15 വർഷക്കാലം മുമ്പ് എടുത്ത വായ്പ, ആ വായ്പയിൽ അതിനുശേഷം 5 വർഷക്കാലം ഒരു UDF-ൻ്റെ ഭരണസമിതി ആ പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി തയ്യാറായില്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏതാണ്ട് 3 കോടിയോളം രൂപ കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ മാസം വരെ 3,81,60,000 രൂപ മുതലായി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തിരിച്ചടച്ചിട്ടുണ്ട്. ഇനി 2,13,87,000 രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. ഇതാണ് കണക്ക്. അതിന്റെ പലിശ ഗ്രാമപഞ്ചായത്ത് അടയ്ക്കണം, മുതൽ പൂർണ്ണമായും ഗ്രാമപഞ്ചായത്ത് അടയ്ക്കണം. അങ്ങനെ വലിയ ബാധ്യതയാണ് ഈ ഭരണസമിതി, UDF-ന്റെ ഭരണസമിതി ഈ ഭരണസമിതി തലയിൽ കെട്ടിവെച്ചത്. ഇനിയിപ്പോൾ ഈ മെമ്പർ പറഞ്ഞു 185 ആളുകൾക്ക് കൃത്യ കണക്ക് വേണം. 185 പേർക്ക് വീട് കൊടുത്തു. ആർക്കാണ് വീട് കൊടുത്തത് ചോദ്യമുണ്ട്. 185 പേർക്ക് വീട് കൊടുത്ത സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ഇവരുടെ നടപ്പിലാക്കിയത്. അത് സമ്പൂർണ്ണ ഭവന പദ്ധതി ആയിരുന്നുവെങ്കിൽ രണ്ടാമത് ഒരു വീട് ലഭിക്കാനുള്ള കൃത്യമായ മാനദണ്ഡ പ്രകാരം സോഫ്റ്റ്വെയർ വെച്ച് സർവേ നടത്തിയപ്പോൾ എങ്ങനെ ഒന്നാം ഘട്ടത്തിൽ 169 പേര് അവശേഷിച്ചു, രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ 383 അവശേഷിച്ചു. ഏതാണ്ട് 500-ലധികം ആളുകൾ ഇനിയും വീടില്ലാത്തവരായി ഇവർ നടപ്പിലാക്കിയ സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ബാക്കി പത്രമായി നിൽക്കുകയാണ്. അപ്പൊ ഇവർ ആർക്കാണ് വീട് കൊടുത്ത ചോദ്യം ഉദിക്കുകയാണ്. അപ്പോൾ അർഹതയില്ലാത്തവർക്ക് ഇങ്ങനെ പഞ്ചായത്തിനെ പണയപ്പെടുത്തി 4 കോടി രൂപ വായ്പയെടുത്ത് തുടർന്ന് വരുന്ന ഭരണസമിതികൾ മേൽ അമിതഭാരം കെട്ടിവെച്ച് കടബാധ്യതയിലാക്കി ഇഷ്ടക്കാർക്കും ആശുപത്രികൾക്ക് മാത്രമായി വീട് കൊടുത്തു എന്നതാണ് ജവഹർ ഭവന പദ്ധതിയുടെ ബാക്കി പത്രം. അത് വലിയ ഇടുത്തിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതെല്ലാം അടച്ച് പൂർത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ ലൈഫ് പദ്ധതിയിലേക്ക് മാറുന്നത്. അല്ല, ഇതിനകത്ത് ഇപ്പൊ LDF UDF മാത്രം പറയുന്നത് ശരിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം മറുപടി ഞാൻ പറഞ്ഞു. ഇനി വീണ്ടും UDF-ലേക്ക് പോകുന്നത് ശരിയല്ല. എന്ത് ജനാധിപത്യ മര്യാദ? LDF-ന് പ്രതിയോടെ ചോദിക്കാം. സമയം തരാം പ്ലീസ്. നമ്മുടെ ഇടയ്ക്കുണ്ടായ കുറച്ച് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്. പ്ലീസ്. UDF പ്രതിനിധിക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു. LDF സമയം കൊടുക്കുന്നില്ല. ഒരു മിനിറ്റ് തരും. ഈ പറഞ്ഞ കാര്യത്തിന് പെട്ടെന്ന് തത്സമയ സംപ്രേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയപരിമിതി ഉണ്ട്. 1 മിനിറ്റ് സമയം തന്നെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ലൈഫ് ഭവന പദ്ധതി ചോദ്യം വളരെ കൃത്യമാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 2017 ഈ പദ്ധതി കൊണ്ടുവന്നതെന്ന് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പിണറായി ഗവൺമെൻറ് പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് നൽകും. രണ്ടാമത് ഭൂരഹിതരും ഭവനരഹിതരുമായ മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് നൽകും. ആ വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017-ലും 2020-ലും ഈ സംസ്ഥാനത്ത് 2 അപേക്ഷകൾ വിളിച്ചിരുന്നു. 2 ഘട്ടമായി അപേക്ഷകൾ വിളിച്ചിരുന്നു. ആ 2017-ലെ അപേക്ഷകൾ 5,14,931 അപേക്ഷകൾ 2017-ൽ ഈ സംസ്ഥാനത്ത് കിട്ടി. 2020-ൽ 5,65,708 അപേക്ഷകൾ ഈ സംസ്ഥാനത്ത് കിട്ടി. മൊത്തം 2 ഘട്ടവുമായി 10,86,639 അപേക്ഷകൾ ഈ സംസ്ഥാനത്ത് കിട്ടിയിട്ട് ഇവിടെ ഇപ്പോഴും വീട് കൊടുത്തവർ എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ താഴെയാണ്. അതിൻ്റെ അനുപാതമാണ് ഉടുമ്പന്നൂർ പഞ്ചായത്തിലുള്ളത്. ഞാൻ അതിലേക്ക് വരാം, കൃത്യമായി മറുപടി പറയാം. പറഞ്ഞോട്ടെ തെറ്റാന്ന് പറയണ്ട. ഞാനിവിടെ ഒരു ചാനലിന്റെ മുമ്പിൽ നിന്ന് ഈ നാട് മാത്രമല്ല ഈ ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ചാനലിന്റെ മുമ്പിൽ നിന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കണക്ക് ഇവിടെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കിന്റെ ഒരു കോപ്പിയാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. അതിന്റെ അനുപാതികമായിട്ടാണ് ഉടുമ്പന്നൂരിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ആ അനുപാതം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. നമ്മളിവിടെ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം 2 ഘട്ടമായി കിട്ടിയിട്ടുള്ള വീടുകളുടെ അപേക്ഷ എന്ന് പറയുന്നത് ഞാൻ പറയാം 216 അപേക്ഷകളാണ് കിട്ടിയിട്ടുള്ളത് 2ാമത്തെ ഘട്ടത്തിൽ. അതിൽ 138 വീടുകൾ മാത്രമാണ് പണിതിട്ടുള്ളൂ. അത് കൃത്യമായ കണക്കാണ്.
അവിടെ ഞങ്ങളുടെ പ്രതിപക്ഷ അംഗം പറഞ്ഞപ്പോഴത്തേക്കും അതിൽ വളരെ പെട്ടെന്ന് അത് വീട് പണിതു എന്നുള്ള വീട് അപേക്ഷയാണ് അത് വന്നിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഇവിടുത്തെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി, ഇപ്പം പഞ്ചായത്ത് പണയം വെച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ പഞ്ചായത്തിൽ ഇരുന്നപ്പോഴത്തേക്കും ലോൺ എടുത്ത് വീട് കൊടുത്തതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇവിടെ ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന സംസ്ഥാനത്തെമ്പാടുമുള്ള EMS ഭവന പദ്ധതി. ആ ഭവന പദ്ധതി സമ്പൂർണ്ണമായി ലോൺ എടുത്തുകൊണ്ടാണ് ഇവിടെ ഭവന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഓരോ ഗവൺമെൻറ്റുകളിലും അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭവന പദ്ധതികൾ തയ്യാറാക്കുന്നത്. ആ EMS ഭവന പദ്ധതിയുടെ ഇനിയും ബാക്കി ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം എന്ന് പറയുന്നത് 25,86,567 രൂപയാണ്. പദ്ധതികൾ ഉണ്ടാക്കും. കാലാകാലം വരെ വരുന്ന ഭരണസമിതി മാറി മാറിയ പദ്ധതികൾക്കുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരിക സ്വാഭാവികമാണ്. ഇതിന് വലിയ രീതിക്ക് ഐക്യജനാധിപത്യ മുന്നണി മോശക്കാരാണെന്ന് കൊണ്ട് അടിച്ചേൽപ്പിച്ച അതൊക്കെ വിശ്വസിച്ച് പോകുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. പക്ഷേ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ പ്രതിനിധിയിലേക്ക് എത്തിക്കണം. ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ കെട്ടിടം പണയം വെച്ചിട്ടാണെന്ന് പറയുന്നു. കോടിക്കണക്കിന് രൂപ ഇനിയും അടയ്ക്കാനുണ്ട് എന്ന് പറയുന്നു. പക്ഷെ പ്രതിപക്ഷം പറഞ്ഞത് അങ്ങനെ മാത്രമല്ല, ഇവർ മാത്രമല്ല, നിങ്ങൾ ഭരണത്തിൽ ഇരുന്നപ്പോഴും അത് പണയം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. EMS ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടും തമ്മിലുള്ള ഒരു പൊരുത്തമുണ്ടല്ലോ. അതായത് രണ്ടുപേരും പണയം വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ആക്ഷേപമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയിരിക്കുന്നത്. ഭവന പദ്ധതിയുടെ വായ്പ എടുത്തതിനെ സംബന്ധിച്ച് കൃത്യമായ നമ്മളോട് മുൻകൂട്ടി ചോദ്യമില്ല. പക്ഷേ നാളിതുവരെ EMS ഭവന പദ്ധതിയുടെ പണം, പലിശ ഈ സഹകരണ ബാങ്കിൽ കേരള ബാങ്കിൽ അടയ്ക്കാനുള്ളതായിട്ട് നാളിതുവരെ ഒരു റിപ്പോർട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പദ്ധതിയിലോ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറയണം. കാരണം 50 ലക്ഷത്തോളം രൂപ ഈ ജവഹർ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കണ്ടേ EMS ഭവന പദ്ധതിയിലെ പണം എത്രയാണെന്ന്? ഇപ്പോൾ വിവരാവകാശ രേഖ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചിട്ടോ പറയണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും EMS ഭവന പദ്ധതിയുടെ പൈസ അടയ്ക്കാനുള്ള ഒരു കാര്യം ഈ പൊതുസമൂഹത്തിനിടയിലോ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു രേഖയിലോ ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷെ ഇതുണ്ട്. കാരണം പദ്ധതി രേഖയിൽ ജവഹർ പദ്ധതിയുടെ പൈസ അടച്ചതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനകത്തെ കാര്യം. ഈ ഭവന പദ്ധതിയിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഈ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഇനിയും ഭാവിയിൽ എന്ത് ഈ ഉടുമ്പന്നൂരിൽ ചെയ്യുമെന്നതിനെ സംബന്ധിച്ചല്ലേ പറയേണ്ടത്. അതിലേക്ക് വരുന്നുണ്ട്. അതിലേക്ക് ആദ്യം സംസാരിക്കാൻ അടുത്ത 5 കൊല്ലം എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താങ്കൾക്ക് അവസരം തരുന്നുണ്ട്. ഒരു ചോദ്യത്തിലേക്ക് പ്ലീസ്. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയം കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. പ്ലീസ് ചോദിക്കൂ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ലതീഷ് ചേട്ടനോടും ജോൺസൺ ചേട്ടനോടാണ്. ചോദിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയക്കാരോടല്ല ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറമേ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ അണികൾ മറുപടി പറയേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾ ജനപ്രതിനിധികളാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ലതീഷ് ചേട്ടൻ ജനപ്രതിനിധിയായിരുന്നു. അതുപോലെ 10-15 വർഷക്കാലം, എൻ്റെ അറിവിൽ 15 വർഷക്കാലമായി ജോൺസൺ ചേട്ടനും ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 4500 പദ്ധതികൾ ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട്. ഈ പദ്ധതികളിൽ എത്ര എണ്ണം നിങ്ങളുടെ വാർഡുകളിൽ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന ഈ പ്രവർത്തകരുണ്ടല്ലോ, ഈ പ്രവർത്തകർക്ക് 2 ലക്ഷം രൂപ 20 രൂപ ചേർത്ത് ഇൻഷുറൻസ് എടുത്താൽ 2 ലക്ഷം രൂപ കിട്ടും. നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് നിങ്ങൾ അങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങളുടെ പ്രവർത്തകരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിലോ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ PM സ്വാനിധി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മളെല്ലാവരും ഇതിൽ കാണുന്ന ഈ ഒരു കടല കച്ചവടം ചെയ്തുകൊണ്ട് കിടക്കുന്ന ഒരു ചേട്ടൻ, ഒരു പാവ ഇക്ക, ആ ഇക്ക സ്വാനിധി എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ അടുത്ത് വരാനുള്ള കാരണം ആ ഇക്കായുടെ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി ഞങ്ങളുടേതല്ല, അത് നിങ്ങൾ BJP ഗവൺമെൻറ്റിൻ്റെ പദ്ധതി കൃത്യമായിട്ട് ഞങ്ങൾക്ക് എത്തില്ല എന്നുള്ള ഉറപ്പതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് വന്ന് ചോദിക്കുന്നത്. എൻ്റെ സ്റ്റൗ കേടായി 5000 രൂപ എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അയക്ക പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ റോസ് ഓഡിറ്റോറിയം നടത്തുന്ന ആ ഒരു ഷെരീഫിക്ക കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ വന്നു. അദ്ദേഹവും പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതിയെക്കുറിച്ച് ചോദിച്ചിട്ടാണ്. നിങ്ങളൊരു ജനപ്രതിനിധികളാണ്, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളോടാണ് ചോദിക്കുന്നത്.
ഏത് ഗവൺമെൻറ് നടപ്പാക്കുന്ന പിണറായി വിജയൻ നടപ്പാക്കിയ മാർജിൻ മണി ഗ്രാൻഡ് എന്ന് പറയുന്ന 40% സബ്സിഡി കിട്ടുന്ന പദ്ധതി ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏത് മുന്നണികളാണെങ്കിലും നല്ല പദ്ധതികൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ചോദ്യം വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ചേട്ടാ ഒരു മിനിറ്റ് പറയാം പ്ലീസ്. ഒരു മിനിറ്റ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നിങ്ങൾ രണ്ടും ഞങ്ങളുടെ ജനപ്രതിനിധികളാണ്. നിങ്ങളോടാണ് ചോദ്യം. രാഷ്ട്രീയ സഹകരിച്ചേ നമുക്കിത് തീർക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിൻ്റെതായ വിവിധ പദ്ധതികൾ പലപ്പോഴും പ്രഖ്യാപിക്കപ്പെടാറുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്തിന് പദ്ധതി ഏറ്റെടുക്കുന്നതിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും എല്ലാം ഉണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പല സ്കീമുകളിലും ഇപ്പോൾ സെൻട്രൽ ഫിനാൻഷ്യൽ കമ്മീഷന് ഗ്രാൻഡ് പഞ്ചായത്ത് കിട്ടാറുണ്ട്. പലപ്പോഴും കുടിശ്ശികയായിരുന്ന രണ്ടാമത്തെ കാര്യം. പലപ്പോഴും പല ഘട്ടങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്കേണ്ട സെൻട്രൽ ഫിനാൻഷ്യൽ കമ്മീഷന് ഗ്രാൻഡ് കുടിശ്ശിക അയക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സമയത്ത് കിട്ടാറില്ല. രണ്ടാമത്തെ കാര്യം ഒന്ന്, ഇപ്പോൾ PMAY പദ്ധതിയുണ്ട്, അതും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലം വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അതിന് വിഹിതം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൃത്യമായ മാർഗ്ഗനിർദ്ദേശപ്രകാരമുള്ള പദ്ധതികൾ മാത്രമേ ഗ്രാമപഞ്ചായത്തിന് ഔദ്യോഗികം ഏറ്റെടുക്കാൻ നിർവാഹമുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്ത് വിഷ്ണു ചോദിച്ചപ്പോൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാറുണ്ട്. അതൊക്കെ എത്രമാത്രം എവിടേക്ക് പോകുന്നത് സംബന്ധിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. ഇത്തരം പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന ഉത്തർപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും BJP ഭരിക്കുന്ന സംസ്ഥാന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കയറിയിരിക്കാൻ കക്കൂസില്ലാതെ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് വെളിക്കിറങ്ങുന്ന നാടിന്റെ ഗതികളാണ് BJP ഭരിക്കുന്നുള്ളത്. ഏതായാലും ആ ഗതികളിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ കേന്ദ്രം കേരളത്തിൽ അനുവദിക്കുന്ന സെൻട്രൽ ഫിനാൻഷ്യൽ കമ്മീഷന്റെ ഗ്രാന്റ്, PMAY പദ്ധതി വിഹിതം ഇതെല്ലാം കൃത്യമായി തരുവാൻ, ഒന്ന് അനുവദിച്ചു തരുവാൻ പ്രിയപ്പെട്ട BJPയുടെ സുഹൃത്ത് കേന്ദ്ര നരേന്ദ്രമോദിയോട് ഒന്ന് പറഞ്ഞ് ഈ കുടിശ്ശികയാക്കി വെച്ചിട്ടുള്ള ഉച്ചക്കഞ്ഞിയുടെ വിഹിതം, കുടിശ്ശികയാക്കി വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ കമ്മീഷൻ ഗ്രാന്റ്, കുടിശ്ശികയാക്കി വെച്ചിട്ടുള്ള PMAY പത്ര വിഹിതം ഇതെല്ലാം ഒന്ന് അനുവദിച്ചു തന്ന് ഈ പാവപ്പെട്ട സഹായിക്കാൻ നിങ്ങൾ മോഡിയോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നാട് എന്നേ നന്നാകുമായിരുന്നു. വിഷ്ണുവിടെ സൂചിപ്പിച്ച കാര്യത്തിൽ ഇവിടെ പ്രസിഡന്റ് മറുപടി ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ മുൻ കേന്ദ്ര ഗവൺമെന്റ് കാലത്ത് IAY പദ്ധതി ഇന്ദിരാസ് ആവാസ് ചോദ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ് അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇവിടെ ആകെപ്പാടെ കിട്ടുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് 2000 രൂപ വെച്ച് അത് കുറച്ച് കാലമായിട്ട് കിട്ടുന്നുമില്ല. രണ്ടാമത് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്ക് ലോൺ ലഭിക്കണമെങ്കിൽ നാഷണലൈസ് ബാങ്കിനെ ആശ്രയിക്കേണ്ടി വന്നു. നാഷണലൈസ് ബാങ്കിൽ ലോൺ കിട്ടണമെങ്കിൽ അവരുടെ മറ്റേ ലയബിലിറ്റി എല്ലാ കാര്യങ്ങളും നോക്കി സാധാരണക്കാർക്ക് നാഷണലൈസ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല. ചോദ്യത്തിലേക്ക് പ്ലീസ്. ഹലോ, ഈ ഒരു സാധ്യതകളേ ഉള്ളൂ. അടുത്ത അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു ചോദ്യം എൻ്റെ ചോദ്യം പഞ്ചായത്ത് പ്രസിഡന്റിനോടും LDFിൻ്റെ പ്രതിനിധിയോടുമാണ്. LDFിൻ്റെ പ്രതിനിധി അല്പം മുമ്പ് പറഞ്ഞു ഉടുമ്പന്നൂരിന്റെ എണ്ണമറ്റ വികസനങ്ങളെന്ന് പറഞ്ഞു. ഞാൻ 4-ാം വാർഡിലൊരു വോട്ടറായിരുന്നു കഴിഞ്ഞ വർഷം. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പോൾ ക്ലിയർ അല്ലേ? ഞാൻ 4-ാം വാർഡിലൊരു വോട്ടറാണ്. 2019 എനിക്ക് വോട്ടുണ്ടായിരുന്നു. ഞാൻ വോട്ട് ചെയ്തു. ഞാൻ അതിനുശേഷം വിദേശത്ത് പോയി ജോലി ആവശ്യമാർത്ഥം വിദേശത്ത് പോയി. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ ആളുകളോട് ചോദിച്ചു വികസനം എന്താ നടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും എൻ്റെ നാട്ടിൽ എൻ്റെ 4-ാം വാർഡിലെ ഒരു വികസനം ഞാൻ കണ്ടില്ല. 4-ാം വാർഡ്, 13-ാം വാർഡ്, 14-ാം വാർഡ് ഇറങ്ങിയതാണ് ഇടമറുകിലെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതിപ്പം ഇതിലൂടെ ഞാൻ പറയേണ്ട, ഈ നാട്ടിൽ ജനങ്ങൾ ഇറങ്ങി നടന്നാൽ കാണാം. ഇനി അതെല്ലാം പോട്ടെ, കാരണം വാർഡ് എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ടുള്ള ഏരിയകളാണ്. ഉടുമ്പന്നൂർ ടൗൺ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഏരിയ ആണ്. ഈ ഉടുമ്പന്നൂർ ടൗണിൽ 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതും 5 വർഷങ്ങൾക്ക് ശേഷമുള്ളതും ഞാൻ കണ്ട വികസനം എന്ന് പറഞ്ഞാൽ പുതിയതായൊരു ബിവറേജ് വന്നു. ഈ ഉടുമ്പന്നൂർ മേളിലൊരു ബിവറേജ് വന്നിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ പൂവില്ലാത്ത കുറേ ചെടിച്ചട്ടികളും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉടുമ്പന്നൂർ ഒരു KCB സബ്സെൻ്റർ ഉണ്ടായിരുന്നു ഉടുമ്പന്നൂർ മേളിൽ. ഞാൻ കണ്ടാണ് 5 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ നോക്കുമ്പോൾ അതുമില്ല. ഇതല്ലാണ്ട് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ 14-ാം വാർഡും 16-ാം വാർഡും അടങ്ങുന്ന ഈ വാർഡിൽ എന്ത് വികസനമാണ് നടന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വിശദീകരിച്ചാൽ സമയനോദിക്ക് പറയാം. ഇപ്പോൾ സുഹൃത്ത് 5 വർഷക്കാലം വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നാടിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ചോദ്യം തന്നെ ഉണ്ടായത്. ഇവിടെ നിന്ന് എടമറുക ജംഗ്ഷനിൽ നിന്ന് നമ്മൾ എടമറുകയിലേക്ക് പോകുന്ന വഴി തൈക്കാവിൻ്റെ അപ്പുറേ അവിടെ വർഷങ്ങളായി എൻ്റെ സുഹൃത്ത് 5 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു.
മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ തുടർച്ചയായിട്ട് 14 നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ വെള്ളത്തിൽ ചവിട്ടി തലവഴെ വെള്ളം കയറാതെ ആ റോഡ് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നോ? അവിടെ ഊലിപ്പറമ്പേക്കാരുടെ അവിടെ കലുങ്ങ് നിർമ്മിച്ച് ഓട നിർമ്മിച്ച് ഇപ്പോൾ സ്മൂത്തായി അതിലേക്ക് അവിടെ പോകാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എളമറുകാണ് ജനപ്രതിനിധിയാണ്, ആ വ്യക്തി തന്നെ ദിവസം വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ റോഡിനെ കുറിച്ച് താറുമാറായിട്ടുണ്ട്. ശരിയാണ്, കാലാകാലങ്ങളിൽ പറയട്ടെ കാലാകാലങ്ങളിൽ ഇടപെട്ട് അല്ല, നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് അല്ലേ, കേട്ടിരുന്നല്ലേ? അപ്പോൾ ഞാൻ പറയാം ഞങ്ങളുടെ സജഷൻ ഉണ്ടാവണം. അപ്പോൾ ആ റോഡ് നന്നാക്കിയത് ഏത് ഭരണസമിതി കാലത്താണ്? അവിടെ കലുങ്ങ് നിർമ്മിച്ച് നമ്മുടെ തൈക്കാവിൻ്റെ അപ്പുറം അവിടുത്തെ ഒരു 5 വർഷം മുമ്പ് പോകുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കലുങ്ക് ഉയർത്തി അവിടെ വെള്ളം കെട്ടാത്ത പ്രദേശമായി നമ്മുടെ റോഡിന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കണ്ടത്തിങ്ങ രായഞ്ചേട്ടൻ്റെ വീടിൻ്റെ ഇപ്പുറേ അവിടെയും വലിയ വെള്ളക്കെട്ട്, റോഡിലൂടെ വെള്ളം കയറി ഒഴിക്കുന്ന പ്രദേശമാണ്. അവിടെ ഓട നിർമ്മിച്ച് റോഡിലൂടെ വെള്ളം ഒഴുകാതെ ആ റോഡിനെ സംരക്ഷിച്ചിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രതിനിധിയുടെ വീടിന് അങ്ങോട്ട് പോകുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ കുറച്ച് റോഡ് കട്ടറും സമരം വന്നിട്ടുണ്ട്. അവിടെ വർക്ക് ടെൻഡർ ചെയ്ത് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ടാറിംഗ് ജോലികൾ പറഞ്ഞ സുഹൃത്തെ 2023-2025 ഇടമറുക ഉടുമ്പന്നൂർ മഞ്ചിക്കൽ റോഡിന്റെ മെയിൻ്റനൻസിന് 19 ലക്ഷം രൂപ മുടക്കി കോൺട്രാക്ട് ടെൻഡർ എടുത്തിട്ടുള്ള കോപ്പിയാണിത്. അതിന്റെ ഭാഗമായിട്ടുള്ള ടാറിംഗ് ജോലികൾ നമ്മുടെ മഴ മാറുന്നതോടെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കും. പിന്നെ ഇവിടെ കുറച്ചു മുമ്പ് മുൻ മെമ്പറായിട്ടുള്ള TK നവാസ് കൊക്കറിന്റെ റോഡിനെ കുറിച്ച് സൂചിപ്പിച്ചു. ആ കൊക്കറിന്റെ റോഡിൽ തുടർച്ചയായി മെയിൻ്റനൻസ് ജോലികൾ നടത്താൻ വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട്. അവിടുത്തെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. ടാറിംഗ് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് 25/3/2025 അവിടുത്തെ 7,64,379 രൂപയുടെ ടെൻഡർ എടുത്തിട്ടുള്ള വർക്കിന്റെ എഗ്രിമെന്റിന്റെ കോപ്പിയാണിത്. അവിടെ മഴക്കാലം പൂർത്തിയാകുമ്പോൾ ടാറിംഗ് ജോലികളും പൂർത്തീകരിക്കപ്പെടും. കൃത്യമായി ആ മേഖലയിൽ ഇടപെട്ട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഇടപെടുന്നുണ്ട്. പിന്നെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നാടിൽ ബിവറേജ് വന്നതോ വലിയ കെട്ടിടങ്ങൾ പണിത് തീർക്കുന്നതോ മാത്രമല്ല വികസനം എന്ന് കരുതുന്നതാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമമാണ് നടത്തിയത്. ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലേക്കൊന്ന് കടന്നു ചെല്ല്. ആ സ്കൂളുകളിലെ കുട്ടികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താൻ ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തിനോട്. 10 വർഷക്കാലം UDF ഭരിച്ചു. ആ UDFന്റെ ഭരണകാലത്ത് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അടയാളപ്പെടുത്തിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം, ഒരു ചെറിയ കുടിവെള്ള ടാപ്പ് പണിത് വെച്ചാൽ കാണിക്കാൻ കഴിയുമോ? ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ കെട്ടിടം, പുതിയ മൃഗാശുപത്രി, കുടുംബാരോഗ്യ ലബോറട്ടറി, പഞ്ചായത്ത് പുതിയ കെട്ടിടം, കോംപ്ലക്സുകൾ, സോളാർ ഹെൽത്ത് സെന്ററുകൾ, അടയാളപ്പെടുത്തലുകൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ നാടിനകത്ത് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലളിതമായ ചോദ്യം, പ്രസിഡന്റിനോട് ലളിതമായിട്ടൊരു ചോദ്യം. അല്ല, എനിക്ക് മറുപടി കിട്ടാത്തോണ്ടാണ്. 5 വർഷം ഭരിച്ചിട്ട് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഈ നേരം വരെയും റോഡിന്റെ പണി തുടങ്ങാനോ ടെൻഡർ വെച്ചു എന്നല്ലാണ്ട് റോഡിന്റെ പണി എവിടെ തുടങ്ങി മീൻസ് ഇതുവരെ യാത്രായോഗ്യമായിട്ടില്ല. അതായത് ചോദിക്കുള്ളൂ. നിങ്ങൾ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് എന്ത് ഗുണം? പൈസ വെച്ചു ആളുകൾ ഗുണം കിട്ടുന്നില്ലല്ലോ. യാത്രയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബസ് ഓടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടുത്തെ റോഡിന് വളരെ ശോചനീയാവസ്ഥ കാരണമാണ്. ആളുകൾ ശല്യം ചെയ്തതിനു ശേഷം ഒരു ചോദ്യത്തിനുള്ള അവസരം കൂടി മാത്രം. വിദേശത്ത് പോയി ഇവിടെ വന്നിട്ട് അവിടുത്തെ കാര്യം ചർച്ച ചെയ്ത് താങ്കൾ എന്റെ കൂടെ വരൂ, ഞാൻ വാഹനം വിളിക്കാം, എന്റെ ചെലവിൽ എന്റെ വാഹനത്തിൽ കയറ്. BJPക്ക് ഇനി അവസരം BJPക്ക് ആദ്യം തന്നിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആദ്യം BJPക്കാണ്. ഞാൻ തരാം ആദ്യം അദ്ദേഹത്തിന്. ഓക്കെ മറുപടി ഞാൻ തരും. എന്റെ ഉറപ്പാണ് ആദ്യമായിട്ട് BJPക്ക് തരും. അടുത്ത ചോദ്യം പെട്ടെന്ന് സമയം വരുന്നുണ്ട്, നമുക്ക് സമാപിക്കേണ്ടതുണ്ട്, അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു ചോദ്യം കൂടി മാത്രം. ഒരു ചോദ്യം ചോദിക്കുകയാണ്.
ഇവിടുത്തെ UDFന്റെ പ്രതിനിധി പറഞ്ഞു ലൈഫ് പദ്ധതിയുടെ വീടിന്റെ കാര്യം. ഞാൻ വെല്ലുവിളിച്ച് പറയാണ്, 3,55,216 വീടുകൾ നിർമ്മിച്ചു, 1,20,26 വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ പോകുന്നു. ഇത് ലൈഫ് മിഷന്റെ ഇതിലുള്ളതാണ്. നോക്കാം, പരിശോധിക്കാം. അടുത്ത ചോദ്യം ഇവിടുത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ ഞാൻ BJPയോട് ചോദ്യം ചോദിക്കും, ലീഗിനാളേണ്ട BJPയോട് ചോദ്യം ചോദിക്കും. BJP നിങ്ങൾ കോലീബി ആയതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ കോലീബി ചേട്ടാ പ്ലീസ് നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് സമയ പരിമിതികൾക്കുണ്ട്. പറഞ്ഞോ ചോദിക്കുക. BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്. ഇവര് പറഞ്ഞേ ഇവർ പറഞ്ഞേ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. BJP പറഞ്ഞു കേരളം 453 സ്ഥാനത്താണെന്ന് പറഞ്ഞു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ 450. നിങ്ങൾ ഓർക്കുക, ഇപ്പൊ ഡൽഹിയില് ഒരു കുഞ്ഞിന് നടക്കാൻ പോലും പറ്റില്ലാണ്ട് ശ്വാസം മുട്ടി ഓരോ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ കേരളം 453 സ്ഥലത്ത്. ഇനി അടുത്ത കാര്യം, നിങ്ങൾ പറഞ്ഞു UDFന്റെ പ്രതിനിധി പറഞ്ഞു വീട് കൊടുത്തില്ല. ഞങ്ങൾ പറയുന്നു 23 മാസം 1000 രൂപ കുടിശ്ശിക പെൻഷൻ കുടിശ്ശിക നടത്തിയവര് ഒരു വീട് പോലും 2 ലക്ഷം വീടുകൾ പണിതു. ഞങ്ങൾ 4 ലക്ഷം വീട് പണിത് ഇടതുപക്ഷത്ത്. സമയം നമുക്ക് തത്സമയമായതുകൊണ്ട് ഇത് കട്ടാകും. ഒരു സമയമല്ലേ 64,006 പേരെ ദാരിദ്ര്യമുക്തമാക്കിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഒറ്റ ചോദ്യം, ഒരു ചോദ്യം കൂടി മാത്രം. കേൾക്കുന്നുണ്ടോ? ഇവിടെ റോഡിന്റെ കാര്യം എല്ലാവരും പറയണ്ടല്ലോ. ഇപ്പൊ കയറുക വണ്ടിയല്ല റോഡിൽ കൂടെ പോവുക. ഇപ്പം എടമുറുക്ക് റോഡിന് സഞ്ചരിക്കുക. ഞങ്ങൾ ടെൻഡർ വെച്ചു, ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നതിന് പകരം ഇപ്പൊ വണ്ടിയെ കയറുക, എടമുറി റോഡിലേക്ക് സഞ്ചരിക്കുക, എന്നിട്ട് പറയുക 5 വർഷം ഉറങ്ങുമായിരുന്നു ഇവിടെ. 5 വർഷം ഉറങ്ങുമായിരുന്നു. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്ത 5 വർഷക്കാലം മുമ്പ് നിങ്ങൾ ഇടറോഡിനേക്കാൾ സുന്ദരമാണ് ഇന്നത്തെ റോഡ്. അടുത്ത 5 വർഷക്കാലം BJP അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെ വികസന പദ്ധതികളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പറയട്ടെ. ചേട്ടാ പറയട്ടെ. ഓക്കെ പ്രസക്തി അല്ല. BJPക്ക് മുന്നേറ്റം നടത്താൻ പറ്റിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള സമയം കൊടുക്കണ്ടേ? പ്ലീസ് അദ്ദേഹത്തിന്. വരും കാലങ്ങളിൽ താങ്കൾ പറഞ്ഞോളൂ. താങ്കളുടെ അവസരമാണ്. താങ്കൾ പറഞ്ഞോളൂ. പ്ലീസ് ഒന്ന് ഇരുന്നേ, ശാന്തനായിക്കേ. ഹലോ. പറഞ്ഞോളൂ. താങ്കൾ പറ. നിങ്ങള് പറയുന്ന ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമുക്ക് സമയപരിമിതിയുണ്ട്. അല്പസമയത്തിനകം ഞങ്ങള് ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ 11 വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഈ 11 വാർഡിലും ഞങ്ങൾ വിജയിക്കും. അപ്പോ ഞങ്ങള് ഇവിടെ വന്നാൽ ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിന്റെ കാരണം ഇവിടെ നിങ്ങളൊരു കാര്യം ഒറ്റ കണക്ക് ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിലെ ജസ്റ്റ് ഒരു കണക്ക് ഞാൻ എടുക്കുക. തുടങ്ങുന്നതുകൊണ്ടാ അല്ല, അത് വേണം. കേരളവും അദ്ദേഹം പറയട്ടെ. നമ്മൾ അവസാന നിമിഷത്തിലേക്ക് പോവാം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇത്രയും നേരം ക്ഷമയോടെ ഇവിടെ നിൽക്കാതെ ഞാൻ ഇത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള പൈസ വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവർ വീട് പണിയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ടൊരു ചെറിയ ഉദാഹരണം മാത്രം ഇവിടെ ഞാനിത് പറയും. ആരംഭിക്കുന്ന ആന്ധ്രാപ്രദേശിൽ 2015-16 3758 വീട് പണിതപ്പോൾ ഇവിടെ 1804 വീടാണ് കേരളത്തിൽ പണിതത്. 16-17 3299 വീട് ആന്ധ്രാപ്രദേശിൽ പണിതപ്പോൾ ഇവിടെ 301 വീടാണ് പണിതത്. 17-18 29791 വീട് അവിടെ പണിതപ്പോൾ ഇവിടെ പണിതത് 3809 ആണ്. 2018-19
2,60,223 അവിടെ പണിതപ്പോഴും 42,691. ഞാൻ ഇനി കൂടുതൽ എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ ലക്ഷക്കണക്കിന് നമ്മുടെ കൂടുതലാണ് വരുന്നത്. നമ്മുടെ ഇവിടെ ഈ ലൈഫ് മിഷന്റെ പ്രശ്നമാണ് ഇതിനകത്തുള്ളൊരു കാര്യം. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ വീട് പണിതാൽ നമുക്ക് 4 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഈവൻ ട്രൈബൽ ഏരിയയിലാണെങ്കിൽ 6 ലക്ഷം രൂപയും കിട്ടും. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യാൻ പോണ ഞാൻ ഇവിടെ ഒരു പ്രശ്നം, ഈ വാഹനം ഓടിക്കുന്നത് അതിൻ്റെ പ്രശ്നം തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ചീനക്കുഴിയിലെ ഒരു ഡോക്ടറുടെ സേവനം സ്ഥിരമായിട്ടുണ്ടാക്കാൻ അവിടുത്തെ ഹെൽത്ത് സെന്റർ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി ചെയ്യും. ഒന്നാമത്തെ കാര്യം ഒരു ഡോക്ടർ വരും, കാരണം ട്രൈബൽ ഏരിയയാണ് ആവശ്യത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പരിപാടി ഹെൽത്ത് അവിടുത്തെ അതായിരിക്കും. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ഒരു പദ്ധതിയുണ്ട്, സ്വദേശി ദർശൻ സ്കീം എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. ആ പദ്ധതി കൊണ്ടുവന്നാലും നമുക്കതിനുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ചെപ്പുകുളം, ഉപ്പുകുന്ന്, മലയിഞ്ചി, നമ്മുടെ ചീനിക്കുഴി, ഉടുമ്പന്നൂർ. അപ്പോൾ ഇവിടെ നമ്മളിത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെറിയ ഈ 1 ലക്ഷം 2 ലക്ഷവും 3 ലക്ഷവും ഒന്നും അല്ല വരുന്നത്. ഒരു 25 കോടിയിൽ കുറയാത്ത തുകയുള്ളതാണ് സ്വദേശി ദർശൻ സ്കീം എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മൾ അത്ര ഒരു പദ്ധതി ആകെ ചെയ്തത് വാഗമണ്ണിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി 48 കോടി അനുവദിച്ചു. അതുപോലെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് കൊടുക്കാൻ റെഡി ആയിരിക്കുക. ടൂറിസം മേഖലയിൽ സമഗ്ര വികസനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ എക്കോണമി അതുപോലെ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും. അതാണ് അത്. പിന്നെ നമ്മുടെ ശുദ്ധജല എത്താത്ത ഇത് കേന്ദ്ര പദ്ധതിയാണ്. ശുദ്ധജല വിതരണം നമുക്കറിയാം. എല്ലാ കേന്ദ്ര പദ്ധതിയിലും ഈ 40% കേന്ദ്ര ഗവൺമെന്റിന്റെ, അല്ല 60% കേന്ദ്ര ഗവൺമെന്റ്, 40% ഇതുമാണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും വെള്ളം എത്തിക്കാനുള്ള പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അത് 100% അത് പൂർത്തിയാക്കും. കാരണം അതുപോലെ ട്രൈബൽ ഏരിയയിൽ നമുക്കറിയാം, ഈ ട്രൈബൽ ഏരിയയിലേക്ക് വികസനം എത്താത്തതിന്റെ പ്രശ്നം നമ്മുടെ രാജ്യം നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഛത്തീസ്ഗഡിലൊക്കെ ഈ നെക്സലൈറ്റ്സ് ഉണ്ടായിരുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ട്രൈബൽ ഏരിയയിലേക്ക് ഇത്തരം വികസനം എത്തിച്ചുകൊണ്ട് നമ്മൾ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വീട്, വെള്ളം, ശുദ്ധജലം, എല്ലാ കാര്യങ്ങളും, അതുപോലെ വൈദ്യുതി എത്തിയത് നമുക്കറിയാം. ഇവിടെ ഈ ഭാഗത്ത് വനത്തിലൂടെ വൈദ്യുതി എത്തിയത് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും ചെയ്തിട്ടല്ല, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എല്ലായിടത്തും വൈദ്യുതി എത്തിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് കൈതപ്പാറ വൈദ്യുതി എത്തിയത് വനത്തിലൂടെ. നമ്മുടെ സമയപരിമിതി പൂർത്തിയാവുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ ചോദ്യ സമയം കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് അടക്കം എല്ലാ മേഖലയിലും ഈ പഞ്ചായത്തിനെ ഒരു വികസന പഞ്ചായത്തായിട്ട് മാറ്റും എന്നുള്ളത് മാത്രമാണ്. താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിന്റെ സമയം വന്നേ. ഓക്കെ, പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. ജിജോ ചേട്ടാ. ഓക്കെ പ്ലീസ്. ചോദിച്ചോ, ഞാൻ ചോദിച്ചോളാം, പറഞ്ഞോളാം. ഓക്കെ അതിന് മറുപടി പ്രസിഡന്റ് പറയും, തരും. ഓക്കെ മറുപടി തരും. ഓക്കെ LDF പ്രതിനിധിയിലേക്കാണ്. അടുത്ത 5 വർഷക്കാലം എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? പിന്നീട് ഇദ്ദേഹം ചോദ്യത്തിന് മറുപടി കൂടെ തരണം. ഓക്കെ, ആദ്യം ഇദ്ദേഹം ചോദിച്ച ഒരു മറുപടി, ആംബുലൻസ് സൗകര്യം. ഓക്കെ, ഇവിടെ ഉടുമ്പന്നൂരിന്റെ ഉല്ലാസക്കൂട എന്ന് പറഞ്ഞ വയോസൗകര്യം അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ. അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്ലീസ്. അല്ലല്ല മറുപടി ഒരു കാര്യം ചെയ്യട്ടെ. മറുപടി പറയട്ടെ. ഉടുമ്പന്നൂരിൻ്റെ ഉല്ലാസക്കൂട എന്ന് പറഞ്ഞ് വയോസൗഹൃദ പഞ്ചായത്തിൻ്റെ ഒരു ബൃഹത് പദ്ധതി ഉടുമ്പന്നൂർ പഞ്ചായത്ത് അംഗീകരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഭരണസമിതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണ് ആംബുലൻസ്. അല്ല, ഒന്ന് ക്യാമറ കിട്ടത്തില്ല, അവിടെ ഒന്നും കിട്ടത്തില്ല, ഇറങ്ങി നിൽക്കുക.
അദ്ദേഹം ഞാൻ ആംബുലൻസ് വരും. ഓക്കെ, അടുത്ത 5 വർഷക്കാലത്തിൽ ഒന്ന് ആംബുലൻസ് വരും അല്ലേ? ഓക്കെ, താങ്കൾ മറുപടി പറഞ്ഞു. എന്റെ സമയമാണ് അപഹരിച്ചത്. അതുകൊണ്ട് അതിന് മറുപടി ആദ്യം മറുപടി. ആംബുലൻസ് എന്ന് പറയുന്നത് അവിടെ എഴുതി തയ്യാറാക്കി അംഗീകരിച്ച് അതിൽ ആംബുലൻസ് വാങ്ങണമെന്ന് തീരുമാനിച്ചു. ഇതിനു മുമ്പ് ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി ആംബുലൻസിന് എപ്പോഴെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ആംബുലൻസ് വേണമെന്നുള്ള കാര്യത്തിൽ ആ സുഹൃത്ത് പറഞ്ഞ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഞ്ചായത്തിന്റെ ആംബുലൻസ് വേണം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത ഭരണസമിതി അതിന് പ്രയോറിറ്റി ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് നടപ്പാക്കും. വേസ്റ്റ് മാനേജ്മെന്റ് ഒരു വണ്ടിയുടെ കാര്യം കൂടി അദ്ദേഹം ചോദിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ് വണ്ടി വേണമല്ലോ. വേസ്റ്റ് മാനേജ്മെന്റ് വണ്ടി വേണമല്ലോ. അത് വണ്ടി വേണം, വണ്ടി വാങ്ങിച്ചു. അടുത്ത 5 വർഷക്കാലത്ത് ഇനി അടുത്ത 5 വർഷത്തിലേക്ക് എന്തൊക്കെ കർമ്മ പദ്ധതികളാണ് അതില്? ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച വന്ന റോഡുകളെ സംബന്ധിച്ചാണ് അല്ലേ? ഈ റോഡുകൾ എന്ന് പറയുന്നത് എടമറുക റോഡും എടമറുകിലെ 2 റോഡുകളല്ല. ഇവിടെ മറുപടി പറഞ്ഞു. ഇനി സംവാദ പരിപാടി പ്ലീസ് മറുപടി പറയട്ടെ. നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്ലീസ് ഒന്ന് പറഞ്ഞു. താങ്കൾ പറയട്ടെ. അദ്ദേഹം പറയട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പറഞ്ഞോളൂ. അവിടെ അടുത്ത 5 വർഷക്കാലം എന്ത് വികസന പ്രവർത്തനം നടക്കണമെന്നാ പറയാൻ പറഞ്ഞത്. അടുത്ത 5 വർഷക്കാലം എന്ത് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുമെന്ന് പറയാനാ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോ റോഡിനെ കുറിച്ച് പറയണ്ടേ? അടുത്ത 5 വർഷത്തെ കാര്യങ്ങൾ പെട്ടെന്ന് അത് പറയണം. അത് പറയണം. അത് പറ്റില്ല. പറയാനുള്ളത് നിങ്ങളാ പറഞ്ഞത്, ചാനലിനാ പറഞ്ഞത്. അടുത്ത 5 ഞാൻ റോഡുകളെ കുറിച്ചാണ് പറയുന്നത്. ആ റോഡുകളെ കുറിച്ച് ഇടപെടുന്നോ അല്ലെങ്കിൽ ഏത് റോഡൊന്നും എന്ത് ന്യായമാണ്? അതെന്ത് ന്യായമാണ്? അല്ല ഞാൻ പറയട്ടെ. കേക്ക് ഇല്ലെങ്കിൽ അങ്ങനെ കൂവിത്തോപ്പിക്കാനോ അടിച്ചു അതൊന്നും പറ്റില്ല. അത് വേറെ കാര്യം. പ്രാദേശിക റോഡുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ റോഡുകൾ ഈ 2 റോഡുകളല്ല, റോഡുകൾ ഒരുപാട് റോഡുകളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തെ എന്തൊക്കെ ചെയ്യും? പ്രാദേശിക റോഡുകൾ എല്ലാ കാലത്തും പ്രശ്നമാണ്. അപ്പൊ പ്രാദേശിക റോഡുകളുടെ നിർമ്മാണത്തിൽ നമ്മൾ അതാത് വർഷം ഫണ്ട് വെച്ച് അവിടെ ഗവൺമെന്റിൽ നിന്നോ മറ്റു ഏജൻസികളിൽ നിന്നോ കിട്ടുന്ന ഫണ്ട് വെച്ച് അതാത് വർഷം അദ്ദേഹത്തിന്റെ പദ്ധതികൾ പറയട്ടെ. നിങ്ങൾ ആദ്യം വീടും ഇതൊക്കെ കൊണ്ട് ചർച്ച ചെയ്ത് കാണിച്ചു. ഞാൻ പറയാൻ പോകുന്ന 5 വർഷക്കാലം ചെയ്യാൻ പോകുന്ന അതിന് തടസ്സപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ അനുവദിക്കത്തില്ല. അത് പറ്റത്തില്ല. പറഞ്ഞോളൂ. 5 വർഷക്കാലം എന്ത് ചെയ്യുമെന്ന് പറയാൻ പോകുമ്പോഴത്തെ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഒന്ന് സഹകരിച്ചേ പ്ലീസ്. എന്താ വർത്തമാനം? ചേട്ടൻ പറഞ്ഞു. പ്രാദേശിക റോഡുകളുടെ നിർമ്മാണം വലിയ പ്രതിസന്ധിയാണ്. അതറിയാം, കേരളത്തിലാകെ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് പ്രാദേശിക റോഡുകൾ ഒറ്റത്തവണ പുനർനിർമ്മാണ പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ആദ്യ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ മുഴുവൻ പ്രാദേശിക റോഡുകളും അതിനുവേണ്ടി പണം വേണ്ടേ? ആ പണം എന്ന് പറയുന്നത് സർക്കാർ ഗ്യാരണ്ടിയോടെ ജവഹർ പോലെയല്ല, ഞങ്ങൾ വായ്പ എടുക്കും. ആ വായ്പയുടെ തിരിച്ചടവുണ്ട്. ആ വായ്പയുടെ തിരിച്ചടവ് എന്ന് പറയുന്നത് അതാത് വർഷം കിട്ടുന്ന മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വികസനം ഈ നാട്ടിൽ ഇപ്പോൾ കിട്ടണം. ഈ സുഹൃത്ത് പറഞ്ഞല്ലോ ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്ലീസ് നമ്മളെ ഇത് സമാപിക്കണം കേട്ടോ. പ്ലീസ് ഓക്കെ
പ്ലീസ് ഫൈൻഡ് പിന്നെ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2005 ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.